ഒരുപാട് സിനിമകളൊന്നും വേണ്ട, രണ്ടോ മൂന്നോ സിനിമകൾ മാത്രം മതി ഒരു കലാകാരനെ ഈ പറഞ്ഞ പോലെ അടയാളപ്പെടുത്താൻ എന്ന് പറയുന്ന പോലെ തന്നെ മലയാള സിനിമയിൽ ഇദ്ദേഹത്തിന്റെ മൂന്നോ നാലോ സിനിമകൾ മാത്രം മതി ഇദ്ദേഹത്തിന്റെ സ്ഥാനം എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഹലോ, ഹായ്, നമസ്കാരം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈ സ്റ്റോൺ മേക്കേഴ്സ് ആൻഡ് ദിസ് ഇസ് സ്റ്റോറീസ് അൺടോൾഡ് വിത്ത് ആർജെ ഗദ്ദാഫി. വി ഹാവ് നടനും പ്രൊഡ്യൂസറുമായിട്ടുള്ള ദിനേശ് പണിക്കർ സർ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു, അടിപൊളിയായിട്ടും. ആക്ച്വലി ഇന്നലെ ഇവിടെ എറണാകുളത്ത് അമ്മ അസോസിയേഷന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ മീറ്റിങ്ങിന് വന്ന സമയത്താണ് ഈ കോൾ വരുന്നതും. ശരി, എന്നാ പിന്നെ നമുക്കൊരു ആഘോഷമായി കളയാം, നമ്മൾ ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗദർ അല്ലേ ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്നത്. അതെ അതെ അതെ, ഞങ്ങൾക്ക് സന്തോഷം സാറിനെ എപ്പോഴും ഒരാളെ കിട്ടുമ്പോൾ. താങ്ക് യു. സാറിന് സന്തോഷം ഉണ്ടാവുമെന്ന് പറ. എനിക്ക് അതിനപ്പുറം സന്തോഷമുണ്ട്. ഈ പറയുന്ന നിങ്ങളുടെ ചാനലുമായിട്ട് ഒരു ഫസ്റ്റ് ടൈമാണിത്, ഫസ്റ്റ് ടൈം ഇന്റർവ്യൂയിലും. ആൻഡ് നാച്ചുറലി നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയൊരു സന്തോഷം. അതാ ഏറ്റവും വലിയ ചാലഞ്ച്. സാർ ചാനൽ ഉള്ളതുകൊണ്ട് തന്നെ സാറിന്റെ എല്ലാ A to Z കാര്യങ്ങളും സാർ പറയുന്നതുകൊണ്ട് തന്നെ വേറെ എന്ത് പറയിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. എക്സാക്ട്ലി. കാരണം ഞാൻ എല്ലാവരും പറയണ്ടേ, ഇപ്പം ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാളാണ്. അപ്പം എനിക്കറിയാം, അതായത് നമ്മൾ യൂട്യൂബിൽ കാണിച്ചു കഴിഞ്ഞാൽ ഓഡിയൻസിന് ഇഷ്ടം എന്തൊക്കെയാണ്, അനിഷ്ടം എന്താണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിയുന്നതും ഇഷ്ടങ്ങൾ വെച്ചിട്ടുള്ള എൻ്റെ മാറ്റർ എൻ്റെ ദിനേശ് പണിക്കർ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ചാനലിൽ അത് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും മാറ്റർ തീർന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. കണ്ടന്റ് ദാരിദ്ര്യം വരുന്നുണ്ടോന്നല്ലേ? അത് തന്നെ വലിയ പ്രശ്നമാണ്, വലിയ പാടായി പറഞ്ഞു. ചാനൽ നടത്തിക്കൊണ്ടു പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷെ എനിക്ക് ഇത്രയും വർഷത്തെ അനുഭവങ്ങൾ കിടക്കുന്നു, അതുകൊണ്ട് ഇഷ്ടംപോലെ സംസാരിക്കാറുണ്ട്. അതെ അതെ അതെ. എന്തായാലും സാറിന് നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് സാർ ചെയ്ത സിനിമകളൊക്കെ അറിയാം. ഇപ്പോൾ 9 സിനിമകളല്ലേ? 9 സിനിമകൾ. 9 സിനിമയിൽ ഇപ്പൊ കിരീടം പറയും ആൾക്കാർ, കളിവീട് പറയും. പക്ഷേ അതുകൊണ്ടൊക്കെ സാറിനോട് ഒരു പ്രത്യേക ബഹുമാനവും സ്നേഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ സാറിനോട് ദേഷ്യം വന്നൊരു സിനിമയുണ്ട്, അതായത് അഭിനയിച്ചത് പ്രതിഫലിപ്പിച്ചത് നന്നായി എന്നല്ലേ മനസ്സിലാക്കാൻ. ആ സിനിമ കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ഇടിച്ച് ചമ്മതിയാക്കാൻ തോന്നാറുണ്ട്. അത് ഞാൻ എൻ്റെ ഏതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ചന്ദനമഴ സീരിയൽ അഭിനയിക്കാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ പരിചയപ്പെടുന്നു, എല്ലാവരുമായിട്ട്. കാരണം കുറേയൊക്കെ പുതുമുഖങ്ങളായിരുന്നു അതിനകത്ത്. അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെട്ടെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സീനിയർ എന്ന നിലയിലൊക്കെ നിൽക്കുമ്പോൾ ഒരാൾ മാത്രം എന്നെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നു. നോക്കിയപ്പോൾ അത് ഷാലു കുര്യൻ എന്നുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പം എൻ്റെ മരുമോളായിട്ട് ആ കുട്ടി നോക്കിയപ്പോൾ ഈ കുട്ടി എൻ്റെ അടുത്ത് വരുന്നില്ല. അഭിനയിച്ചു കഴിഞ്ഞാൽ എന്നോട് വന്ന് പരിചയപ്പെടാനോ സംസാരിക്കാനോ ഒരു താല്പര്യം കാണിക്കുന്നില്ല. ജാടയാണോ ഇത് എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഏതായാലും ഞാൻ 2 ദിവസത്തേക്ക് വിട്ടുകൊടുത്തു. 3-ാമത്തെ ദിവസമായപ്പോൾ ഞാൻ ചോദിക്കാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, കുട്ടി, ഞാൻ എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ, എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ, ശത്രുത എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അയ്യോ, ഒന്നുമില്ല. പിന്നെ എന്താ എന്നോട് മൈൻഡ് ചെയ്യാത്ത അപ്പൊ എന്നോട് മുഖത്ത് നോക്കി എൻ്റെ ആദ്യമായിട്ട് പറഞ്ഞ ഒരാൾ ഈ ഷാലുവാണ്. ഷാലു പറഞ്ഞത്, അല്ല ദിനേശ് ചേട്ടൻ്റെ ഞാനൊരു നടിയൊക്കെയാണ്, എന്നാൽ പോലും ദിനേശ് ചേട്ടൻ്റെ ആ ജനകൻ കണ്ടതിന് ശേഷം അല്ല ആ കുട്ടിയച്ഛൻ എന്നുള്ള ക്യാരക്ടർ കണ്ടതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ വെറുപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് നോക്കാത്തത്. ഞാൻ പറഞ്ഞു, നീ ഒരു ആർട്ടിസ്റ്റ് അല്ലേ, ആർട്ടിസ്റ്റായിട്ട് എന്നെ ഇത്ര വെറുക്കണമെങ്കിൽ അപ്പം ഞാൻ അത്ര നന്നായിട്ട് പെർഫോം ചെയ്തു അല്ലേ എന്ന് ചോദിച്ചു. ആയിരിക്കാം, പക്ഷേ ആ കുട്ടി എന്നോട് മിങ്കിൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ഈ ഐസ് അലിയ എന്നൊക്കെ പറയുന്ന പോലെ അലിഞ്ഞു. പിന്നെ ഓക്കെ. ഈ സിനിമ കണ്ടതിന് ശേഷം ഈ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രശ്നമുണ്ടോ? അതിപ്പോഴും ഉണ്ട് കേട്ടോ, ഉണ്ടല്ലേ? ഇപ്പോഴും ഉണ്ട്. ലൈക്ക് എൻ്റെ സീരിയൽ കാണുമ്പോൾ പൊതുവെ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. കാരണം ഞാൻ ചെയ്യുന്ന കഥാപാത്രം വളരെ നല്ല കഥാപാത്രം. അപ്പോൾ അതിനിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പരിചയപ്പെടുന്ന സമയത്ത് എന്നാലും സാറേ ഈ ഗദ്ദാഫി ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കഥാപാത്രം സാറ് ചെയ്യേണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അറിയാമോ, അങ്ങനെ കഥാപാത്രം ചെയ്തത് കൊണ്ട് എനിക്കൊരു ചാലഞ്ചായിരുന്നു അത്. ആ ചാലഞ്ച് ഞാൻ ഭംഗിയായിട്ട് നിറവേറി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം. ഇതിപ്പോ പ്രൊഡ്യൂസറും നടനും മാത്രമല്ല, നമ്മളിപ്പോ ആർമിയുടെ ജനറൽ സെക്രട്ടറിയും കൂടിയാണ് അല്ലേ? ആ സ്ഥാനം ഉള്ള എല്ലാ പണിയും കൂടെ തലയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കോടെ ജീവിതം ആസ്വദിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. ഇതിപ്പോ ആ സ്ഥാനം ഇപ്പൊ എൻജോയ് ചെയ്യാൻ പറ്റുകയാണ്, അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം നമുക്ക് തലവേദന ഉണ്ടോ? അത് ആത്മയുടെ കാര്യം ഞാൻ എൻജോയ് ചെയ്യണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം 12 വർഷമായി. 12ാമത്തെ വർഷം ഞാൻ ആത്മയിലെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് അത്ര എളുപ്പമുള്ളൊരു പണിയല്ല. കാരണം ഞങ്ങളുടെ ആത്മ എന്ന് പറയുന്നത് നിയർലി 600 മെമ്പേഴ്സുണ്ട്. ഈ 600 മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് 300 പേര് എപ്പോഴും ആക്റ്റീവാണ്. ഈ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ 40 സീരിയലോളം നടന്നുകൊണ്ടിരിക്കുക. അവർക്കൊക്കെ ഡെയിലി പ്രശ്നങ്ങളാണ്. രാവിലെ ആകുമ്പോഴേക്കും ഒരാൾക്ക് എൻ്റെ കാശ് കിട്ടിയിട്ടില്ല, എൻ്റെ ബാഗ് ലൊക്കേഷനിൽ വന്ന് വിടുത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഫുഡ് കിട്ടിയത് ശരിയായിട്ടില്ല, എനിക്ക് ടീ തന്നിട്ടില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങളാകാം, ചിലത് ഭീകര പ്രശ്നങ്ങളുമുണ്ട്.
അപ്പോൾ ഇതിൻ്റെ പേരിലൊക്കെ രാവിലെ എനിക്ക് കോൾ വരും. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം, ഞാനൊരു നടനാണ്, ഞാനും പറഞ്ഞു എൻ്റെ പേഴ്സണൽ കുറേ ഇഷ്യൂസ് എനിക്ക് കിടപ്പുണ്ട്. അപ്പം ഞാൻ അതിനൊക്കെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് കോൾ വരുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നം സോൾവ് ചെയ്തില്ലെങ്കിലേ അത് അടുത്ത ദിവസം ഞാൻ അവിടെ ഇരിക്കാൻ യോഗ്യനല്ല. അതുകൊണ്ട് അവരുടെ പ്രശ്നം ആദ്യം സോൾവ് ചെയ്യും. പിന്നെ എനിക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ദൈവം സഹായിച്ച് ഒരു പേഷ്യൻസാണ്. അപ്പോൾ അത് കേൾക്കാനും അതനുസരിച്ച് നമ്മൾ അടുത്ത ആളെ വിളിച്ച് അത് രണ്ടും കൂടെ കോംപ്രമൈസ് ആക്കണ്ടേ, എന്നാലേ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ എന്തോ ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷെ എന്നാലും ചില സമയത്ത് കൺട്രോൾ ചില സമയത്ത് നമുക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കും, കൺട്രോൾ വിട്ടുപോകും. അപ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് ചൂടാവും, ചിലപ്പോൾ മറ്റേ പ്രൊഡ്യൂസർ സൈഡിലാണെങ്കിൽ അവരുടെ അടുത്ത് ചൂടാവും. കാരണം നമുക്ക് ഒരു പറയുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലേ. ചിലപ്പോൾ അവർ മാനിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പോലീസോ പട്ടാളോ അല്ലെങ്കിൽ കോടതിയോ ഒന്നുമല്ല, ഒരു വ്യക്തി, അതും ആത്മ എന്ന് പറയുന്ന വലിയ ബൃഹത്കരമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ബലത്തിലാണ് സംസാരിക്കുന്നത്. ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ശക്തിയുടെ പുറത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അതുപോലും കേൾക്കാൻ തയ്യാറാവാതെ ചിലർ അങ്ങ് ഭയങ്കര ഒബ്ജക്റ്റീവ് എന്നാ വേണ്ട, അപ്പം അങ്ങ് ദേഷ്യം വരും. നമ്മളൊരു കോംപ്രമൈസ് ചെയ്യാനല്ലോ എല്ലാം നോക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് ഒരിക്കലും ഞാൻ പ്രൊഡ്യൂസർ സൈഡ് ആയിരുന്നുകൊണ്ട് പറയുകയല്ല, ഒരിക്കലും ഒരു പ്രൊഡ്യൂസറെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു നടൻ മുന്നോട്ട് പോകാൻ പറ്റില്ല, എസ്പെഷ്യലി സീരിയലിൽ. കാരണം എന്ന് വെച്ചാൽ സിനിമയാണെങ്കിൽ നമുക്ക് ഒരു ലിമിറ്റഡ് പീരീഡ് കഴിഞ്ഞാൽ വിട്ടിട്ട് പോകാം. സീരിയലിൽ അത് പറ്റുമോ? ചിലപ്പോൾ 3 വർഷം 4 വർഷം 5 വർഷം വരെ പോകുന്ന സീരിയൽസാണ്. അപ്പോൾ ആ ഒരു ബന്ധം നല്ലപോലെ കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ നാളെ ലൊക്കേഷൻ അതൊക്കെ പ്രശ്നങ്ങളാണ്. അതെ. പക്ഷേ ഈ ഇത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ കട്ടൻ റൈറ്റ് ആയിട്ട് ഒരു ആർട്ടിസ്റ്റിനോട് മുഖം കറുത്ത് എന്തെങ്കിലും സംസാരിച്ച് കഴിയുമ്പോൾ ആ ബന്ധം പോകാനുള്ള ഒരു ചാൻസും ഭയങ്കര കൂടുതലല്ലേ? ഇല്ല. പലരും ഇതുവരെ 99% എന്ന് പറയാം അവരത് മാനിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഞാൻ ചൂടായ തന്നെ അതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയിട്ട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. കുഴപ്പമുണ്ടായിട്ടില്ല. അത് ഭാഗ്യമാണ്. അതിൻ്റെ കഴിവായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും ഈ പറഞ്ഞത് നമ്മൾ പറയാതെ പറയുമ്പോൾ അത് എൻ്റെ ഒരു കാര്യങ്ങൾ കാരണം ബേസിക്കലി എല്ലാവരും സെൽഫിഷാണ്. അവരവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ ചിന്തിക്കുള്ളൂ. എനിക്കത് പറ്റില്ല. ഞാൻ ചിന്തിക്കുമ്പോൾ ആത്മയുടെ കാഴ്ചപ്പാടിൽ നോക്കും, ഈ പറയുന്ന പ്രൊഡ്യൂസറുടെ സൈഡിൽ നോക്കണം, ആർട്ടിസ്റ്റിൻ്റെ സൈഡിൽ നോക്കണം. ഇത് മൂന്നും സംയോജിപ്പിച്ച് വേണം എനിക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് അതൊന്നും നിമിഷ നേരത്തിനുള്ളിൽ ഞാൻ ആലോചിച്ച് 2 ആഴ്ച കഴിഞ്ഞ് പറയാൻ കേട്ടോ എന്ന് പറയാൻ പറ്റില്ല. തീരുമാനം അപ്പം എടുക്കണം. അപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശരിയാകാം, തെറ്റാം, പലതും വരാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2002 അവസാന സിനിമ സംഭവിച്ചേക്കുന്നത് അല്ലേ? 2002 ചിരിക്കൊടുക്കാന്നൊരു സിനിമ. സാർ ഇതിപ്പോൾ 2023 സാറിൻ്റെ സിനിമ എപ്പോഴാണ്? 21 വർഷം കഴിഞ്ഞു. 21 വർഷമായിട്ട് ഞാൻ സമാധാനമായിട്ട് ഇരിക്കുകയാണ്. എന്നെ വീണ്ടും ഇതിലോട്ട് വലിച്ചു ഇടയ്ക്കല്ലേ. സാർ ഒരു സിനിമ എടുക്കണം, എന്നിട്ട് സാർ സിനിമ എടുക്കുന്നത് എന്തിനാന്ന് ചോദിക്കുക. അല്ല, ഞാൻ എന്താന്ന് കാര്യം പറഞ്ഞുതരാം. ഞാൻ എടുക്കാത്തതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഒന്ന്, പഴയ ടൈപ്പ് സിനിമയല്ല ഇപ്പോൾ. പണ്ട് സിനിമ എന്ന് പറയുമ്പോഴേക്കും ഒരു കാലത്ത് പ്രൊഡ്യൂസർക്കൊരു വിലയുണ്ടായിരുന്നു. ഇപ്പം നമുക്കറിയാം മെർലാൻഡ് പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഉദയ പ്രൊഡക്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ ആ പ്രൊഡ്യൂസർക്കൊരു വിലയുണ്ടായിരുന്നു. അവരുടെ പേരിലാണ് സംഭവം നടക്കുന്നത്. പിന്നീട് ഒരു കാലം വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് നേരെ ഡയറക്ടേഴ്സിൻ്റെ പേരിലായി. ഇതൊരു ജോഷി ഫിലിം, ഇതൊരു സിബി മലയിൽ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ പേരിലായി. പിന്നീട് വന്നത് എന്താണ്, നമ്മുടെ മമ്മൂട്ടി മോഹൻലാലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സിനിമയിൽ സ്റ്റാർസാണ് പിന്നെ താരങ്ങൾ, അവരുടെ പേരിലാണ് ഇപ്പോൾ സിനിമ നടക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ അപ്രത്യക്ഷമായി. എത്ര വലിയ ബാനർ എന്ന് പറഞ്ഞാൽ പോലും അവസാനം വരുമ്പോഴേക്കും ഇത് നടക്കുന്നത് ഒരു വേറെ കൂട്ടായ്മയുടെ പേരിലാണ്. അല്ല, പ്രൊഡ്യൂസർ കാശ് മുടക്കുന്ന ഒരു ഫിനാൻഷ്യറായിട്ട് മാറുന്നു. ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇനി വേണ്ട. പണ്ട് എൻ്റെ സിനിമ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എൻ്റെ പോസ്റ്റേഴ്സിലൊക്കെ ഞാൻ ഇട്ടിരുന്നത് ദിനേശ് പണിക്കർ പ്രസൻസ്, ദിനേശ് പണിക്കേഴ്സ് എന്ന് പറയും. എൻ്റെ സിനിമയാണ്, ഞാൻ കാശ് മുടക്കി ഉണ്ടാക്കുന്നതാണ്, എനിക്ക് പറയാൻ അവകാശമുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് അതിനകത്ത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരിടുന്നു, മമ്മൂട്ടി ഇടുന്നു, മോഹൻലാൽ ഇടുന്നു. അത് നമുക്ക് നമ്മുടെ ഒരു ബന്ധം വെച്ചും അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന കാശ് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കാം അവർ ഡേറ്റ് തരുന്നത്. പക്ഷേ ബേസിക്കലി ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരാൾക്ക് അർഹിക്കുന്ന സ്ഥാനം അന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്ന അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് വളരെ ചുരുക്കം പേരെയുള്ളൂ. അങ്ങനെ ഒരു കമാൻഡിങ് ആയിട്ട് നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സ് എണ്ണി പറയാവുന്ന കുറച്ച് പേരെയുള്ളൂ. അപ്പോൾ ഇനി ഒരു സിനിമ ഉണ്ടാവില്ല? സാർ ഇവിടെ വരുമ്പോൾ സാറിൻ്റെ അടുത്ത് 2 അവസരമൊക്കെ ചോദിച്ചാൽ ഞാൻ വിചാരിച്ച ഉണ്ടാവില്ല എന്നും പറയുന്നില്ല, ഉണ്ടാവും എന്നും പറയുന്നില്ല. അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പലയിടത്തും ചെല്ലുമ്പോൾ ഞാനിപ്പോൾ ഇഷ്ടം പോലെ വിദേശ പര്യടനങ്ങൾ നടത്തുന്ന ഒരാളാണ്. ഇപ്പോൾ തന്നെ ഈ അടുത്ത് ഫൊക്കാന കൺവെൻഷൻ്റെ ആ ഒരു കൺവെൻഷന് ഞാനൊരു 15 ദിവസത്തോളം US പോയിരുന്നു.
അവിടെ ചെല്ലുമ്പോൾ എല്ലാം അറിയാലോ, അവിടെ കോടീശ്വരന്മാരാണ്. സിനിമ താല്പര്യമുണ്ട് എല്ലാവർക്കും. എവിടെ പോയി കാശ് കൊണ്ടേ കളയണം അല്ലെങ്കിൽ കൊണ്ടുപോയി ഇടണം എന്നവർക്ക് അറിയാതിരിക്കുന്ന അവസ്ഥ. അപ്പം നോക്കുമ്പോൾ ദിനേശ് പണിക്കർ അറിയാവുന്ന ഒരു വ്യക്തിയാണ്, ഇത്രയും സിനിമകൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നെ വിശ്വാസം തോന്നിയുണ്ടാകാം, പലരും എനിക്ക് ഓഫേഴ്സ് തന്നു, ഞങ്ങൾ മുടക്കാം, എത്ര വേണം, ഒരു സിനിമയ്ക്ക് 10 കോടി ഞാൻ മുടക്കാം. പക്ഷേ ഇന്ന് ഈ 10 കോടി മുടക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് ഒരാൾ വരുമ്പോൾ അയാളുടെ കാശാണെങ്കിൽ പോലും എനിക്ക് എൻ്റെ ഒരു ചിലപ്പോൾ അതിനുള്ള ആസ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എനിക്ക് എൻ്റെ കാശ് ചോദിച്ചു വാങ്ങിക്കാം. ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് അയാളുടെ കഷ്ടകാലത്തിന് ആ സിനിമ ഓടിയില്ല. നമ്മളിട്ടത് ചിലപ്പോൾ വലിയ സ്റ്റാറായിരിക്കാം, വിചാരിച്ച പോലെ ചിലപ്പോൾ റൈറ്റ്സ് ഒന്നും വിറ്റ് പോയില്ല. ഇയാൾക്കൊരു 5 കോടിയോ വല്ല നഷ്ടം വന്നാൽ അതിന് ഉത്തരവാദി ആരായിരിക്കും? ഞാനായിരിക്കും. കാരണം നമ്മുടെ ഈ സിനിമ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഗ്യാരണ്ടി ഇല്ല. മാത്രമല്ല നിങ്ങൾ സ്റ്റഡി ചെയ്താൽ അറിയാം, ഒരു വർഷം ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ലെസ് ദാൻ 200 സിനിമ, ആവറേജ് 150 to 200 സിനിമയാണ് ഒരു വർഷം ഇറങ്ങുന്നത്. അതിന് എത്ര സിനിമ ഓടുന്നുണ്ട്? ഓടുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഞാൻ എന്നും എൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു സക്സസ് റേഷ്യോ ഇന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ സക്സസ് റേഷ്യോ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇവിടെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കാശ് കൊണ്ടുപോയി കൂടുതൽ കളയുന്നതിൻ്റെ റിസ്ക് കൂടുതലാണ്. ഇപ്പോൾ സിനിമകൾ സക്സസ് ആയാൽ OTT എടുക്കും, ചാനലെടുക്കും. ഇത് ഓടിയില്ലെങ്കിൽ ഈ പറഞ്ഞ ആർക്കും വേണ്ട, ആ മുടക്കിയ കാശ് മുഴുവൻ പോയി കിട്ടും. അപ്പം അങ്ങനെ ഒരാളെ ഞാൻ കുത്തുവാളെടുപ്പിച്ചു എന്നൊരു ചിത്തപ്പേരെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് റിസ്ക് ഇല്ല, വേറൊരാളാണ് കാശ് മുടക്കുന്നതെല്ലാം ചെയ്യുക. ഞാൻ ഇത്രയും നാൾ എൻ്റെ സ്വന്തം പേരിൽ ഞാൻ എൻ്റെ കാശ് വെച്ച്, ചിലതൊക്കെ കടം മേടിച്ച കാശാണ്, 2.5 കോടി രൂപയോളം സിനിമ ഇൻഡസ്ട്രിയിൽ 99 കൊണ്ടുപോയി കളഞ്ഞ ആളാണ് ഞാൻ. അന്നത്തെ 2.5 കോടി എന്ന് പറഞ്ഞാൽ ഇന്ന് 25 കോടിയുടെ വിലയാണ്. പക്ഷേ ദൈവാധീനം എന്ന് പറയും, ഞാൻ അസറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം വിറ്റു. പറഞ്ഞാൽ വിശ്വസിക്കില്ല, എൻ്റെ സ്വന്തം കാറ്, 2 കാറുണ്ടായിരുന്നു, 2 കാറും വിറ്റ് 2 വർഷം നടന്നു പോയ വ്യക്തിയാണ് ഞാൻ. കാരണം അഭിമാനത്തിൻ്റെ പേരിൽ. കാരണം ആരോ എൻ്റെ അടുത്ത് അന്ന് ചോദിച്ചു, നിങ്ങൾക്ക് വലിയ കാറിലൊക്കെ, അന്ന് എസ്റ്റീം വലിയ കാറാണ്, അന്ന് ട്രിവാൻഡ്രത്ത് റിലീസ് ചെയ്തതിൽ 50,000 മാർജിൻ മണി കൊടുത്തിട്ട് എടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ അന്നത്തെ കാലത്ത്. അപ്പം അങ്ങനെ എടുത്ത ഒരു കാറ് എൻ്റെ ഒരു പെറ്റ് കാറായിരുന്നു. ആ കാറ് ഞെളിഞ്ഞു പോകുന്നുണ്ടല്ലോ ഇതിനകത്ത്, ഞങ്ങളുടെയൊക്കെ കാശ് തരാൻ മടിയാണല്ലേ എന്നാണ് ഞാൻ പറഞ്ഞു. ഇന്നാ പിടിച്ചോ കാറ്, ചോദിച്ചവന് അപ്പം കാറ് ഞാൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അഭിമാനം എന്നൊരു സാധനം വിട്ട നമ്മൾ കളിക്കാൻ പാടില്ല. പിന്നെ 2 വർഷത്തോളം കാറ് വാങ്ങിക്കാനുള്ള കാശിൻ്റെ ഇല്ല, ബുദ്ധിമുട്ടായിരുന്നു, ഒന്നും പ്രശ്നം വെച്ചില്ല. ദൈവം എനിക്ക് ഓരോരോ പുതിയ വഴികൾ കാണിച്ചു തന്നു. ഞാൻ അതുവരെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്നൊരു സാധനം ഞാൻ അറിയാം, എനിക്ക് അതിനൊരു കഴിവുണ്ടെന്ന് എനിക്കറിയാം. അതിന് മുമ്പ് ഞാൻ 92-ൽ ഒരു ഷോ MG സോമനെ വെച്ച് ഗൾഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നു, ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്താൽ എന്താ, ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, നമ്മുടെ കോൺടാക്ട്സ്, നമ്മുടെ ഡിസിപ്ലിൻ, ഇതെല്ലാം വെച്ച് ചെയ്യാം. അങ്ങനെ ചെയ്ത ഒരു പ്രസ്ഥാനമാണ് പിന്നെ ഷോസ്. പിന്നെ ശോഭനയുടെ 25 ഷോസോളം വേൾഡ് ഓവർ എനിക്ക് ചെയ്യാൻ പറ്റി. മോഹൻലാലിൻ്റെ നാടകം ഛായാമുഖി എനിക്ക് ചെയ്യാൻ പറ്റി. ദോഹ, ബെർലിൻ, ദുബായ്, സ്വിറ്റ്സർലൻഡ്, അങ്ങനെ ഇങ്ങനെ ആഫ്രിക്കൻ കൺട്രീസ്, എല്ലായിടത്തും ലോകം കറങ്ങാനും അതൊക്കെ എനിക്ക് സമയം വന്ന എപ്പോഴാണെന്നറിയാമോ? കയ്യിൽ കാശില്ലാത്ത സമയത്ത്. കയ്യിൽ കാശുണ്ട സമയത്ത് ഇവിടെ ഒന്നും കറങ്ങിയിട്ടില്ല. അങ്ങനെ ലോകം മുഴുവൻ കറങ്ങി, കയ്യിൽ കാശ് വന്നു തുടങ്ങി, സ്വന്തമായിട്ട് വീണ്ടും കാറ് വാങ്ങിച്ചു, സ്വന്തമായിട്ട് വീട് വെച്ചു, 5 പൈസ ലോണില്ലാതെ ഇപ്പം ജീവിക്കാനായിട്ട് സന്തോഷമായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതിനിടയിൽ എന്നെ കുരുക്കി ചാടിക്കണോ? അവിടെ ഇരിക്കട്ടെ. ഈ തിരിച്ചു വരവിൽ രണ്ടാമത്തെ ഈ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ആരോടാ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കടപ്പെട്ടിരിക്കുന്നത് ഞാൻ ദൈവത്തിനോട് തന്നെയാണ്. കാരണം ദൈവം പല രൂപത്തിലാണ് വരുന്നത്. ദൈവം ഒരിക്കലും നേരിട്ട് വന്നിട്ട് ഇന്നാടാ നീ കാശ് പിടിച്ചൊന്നും തരില്ല. അപ്പോൾ ദൈവം പല വഴികളും കാണിച്ചു തരും നമുക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോഴേക്കും എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തായ ഒരു ശ്രീകാന്താണ് എനിക്ക് ഈവൻറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ള മേഖല തുറന്നു തന്നത്. രണ്ടാമത് പുള്ളി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു തരുന്നത്, ദിനേശ്, ഞാൻ പഴയ റോട്ടറി പ്രസിഡൻ്റൊക്കെയാണ്. 93-ലെ റോട്ടറി ക്ലബ് പ്രസിഡൻ്റായിരുന്നു. 2000-ലെ ഗവർണർ ആകേണ്ട വ്യക്തിയായിരുന്നു ഞാൻ. അതൊക്കെയാണ്. അപ്പോൾ പക്ഷേ ഈ 2000 ആയപ്പോഴേക്കും ഞാൻ പൊട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സമയത്ത് ഒരു ഗവർണർഷിപ്പിന് വേണ്ടി അറ്റ്ലീസ്റ്റ് കുറച്ച് കാശ് ചിലവാക്കണം. അന്നത്തെ കണ്ടീഷനിൽ 10 ലക്ഷം രൂപയോളം മുടക്കണം. ഞാൻ വിചാരിച്ചു ഈ കടം മേടിച്ച 10 ലക്ഷം രൂപ വെച്ച് റോട്ടറി ഗവർണർഷിപ്പ് ഒന്നും എനിക്ക് വേണ്ട, ബുദ്ധിമുട്ടിലാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആ പ്രസ്ഥാനം ആ ചിന്ത ഞാനങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ റോട്ടറി ക്ലബ്ബായിട്ട് പക്ഷേ നല്ല കണക്ഷനുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന ശ്രീകാന്ത് എന്നെ വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരു കൺവെൻഷനുണ്ട്, ഒരു കോൺഫറൻസ് ഉണ്ട്. ആ കോൺഫറൻസിന് ദിനേശ് വന്നിട്ട് നമുക്കൊരു 2 ദിവസത്തെ ഷോസിൻ്റെ അറേഞ്ച്മെൻറ്റ് എനിക്കൊന്ന് ചെയ്തു തരാമോ? കാരണം പുള്ളിക്ക് ഇതിൻ്റെ കുട്ടൻസ് അറിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ മതി. ഒരു ദിവസം ചിത്രയുടെ ഗാനമേള വേണം. ചിത്രയൊക്കെ എൻ്റെ എല്ലാ പടത്തിലും പാട്ട് പാടിയിട്ടുള്ളതല്ലേ. ഞാൻ ചിത്രയെ വിളിക്കുന്നു. ചിത്രയെ വിളിച്ചിട്ട്, അല്ല ചിത്ര
എനിക്കിങ്ങനെ ആവശ്യമുണ്ട്. സോ അന്നത്തെ കാലത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 2.5 ലക്ഷമാണ് ചിത്ര വിത്ത് ഗ്രൂപ്പ് വാങ്ങിക്കുന്നത്. ആ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയാണ്, എൻ്റെ ഒരു പേഴ്സണൽ ഫസ്റ്റ് ഷോ ആണ്, എനിക്ക് എന്ത് ഡിസ്കൗണ്ട് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ദിനേശ് ചേട്ടൻ 2 തന്നാൽ മതി എന്ന് പറഞ്ഞു. 50,000 ഒറ്റയടിക്ക് കുറച്ച് തന്നു എനിക്ക്. ആ 50,000 എനിക്ക് ലാഭമായി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഈ ബിസിനസ്സിൽ ഇതെനിക്ക് സാധ്യതയുണ്ട്, എൻ്റെ കോണ്ടാക്ട്സ് വെച്ച് എനിക്ക് ഇനിയും സാധ്യത. അവിടെ വെച്ച ഒരു തുടക്കം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അവിടെ ഒരു ദൈവമായിട്ട് വന്നത് ശ്രീകാന്താണ് എന്ന് പറയുന്ന പോലെ. അത് കഴിഞ്ഞ അതിനിടയിൽ തന്നെയാണ് സൈഡ് ബൈ സൈഡ് ഞാൻ ഇത്രയും 9 സിനിമ നിർമ്മിച്ചു, 16 സിനിമ വിതരണം ചെയ്തു. പക്ഷെ ഒറ്റ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല, കാരണം എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അന്നത്തെ എൻ്റെ ഒരു ചിന്ത അതാണ്, കാരണം എന്നെ കൊണ്ട് പറ്റില്ല. മാത്രമല്ല ടെൻഷനല്ലേ സിനിമ നിർമ്മാണം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിനകത്ത് അയ്യോ നാളത്തെ ലൊക്കേഷൻ, നാളെ ഒരു 5 ലക്ഷം രൂപ വേണം എന്നൊക്കെ ചിന്തയുണ്ടെങ്കിൽ മുഖത്ത് അഭിനയം വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാലത്ത് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷേ സാറിന് ആ കിരീട സിനിമയിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പാർവതിയുടെ ഹസ്ബൻഡായിട്ട്. പാർവതിയുടെ ഹസ്ബൻഡായിട്ട് അതെന്നറിയുമോ, പാർവതിയുടെ കൈ പിടിച്ച് അമ്പലത്തിന് ചുറ്റും നടക്കുക, അതിനകത്ത് ഡയലോഗ് പോലും ഇല്ല. അത് വേണ്ടെന്ന് വെച്ചു. അത് കാരണം അത് ഞാൻ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ എൻ്റെ ഞാൻ ഭാര്യ അടുത്ത് തമാശയ്ക്ക് പറഞ്ഞത്, അപ്പോഴേ നാളെ ഞാൻ പാർവതിയെ കല്യാണം കഴിക്കാൻ പോവാ. ഭാര്യ ഉറക്കത്തിലെന്തോ ആയിരുന്നു, ഉറക്കം വെച്ച് ആ പടം സിനിമ തുടങ്ങിയിട്ടില്ല, അതിനുമ്പ് ഇത്ര ലവും കാര്യങ്ങളൊക്കെ ആയോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു അതൊന്നും പേടിക്കണ്ട, ഇത് ഞാൻ സീനിൽ ഇങ്ങനെ നടക്കുന്നതാണ്, കയ്യൊക്കെ പിടിച്ച് നടക്കും. അപ്പോഴേക്കും ഭാര്യയ്ക്ക് ഇങ്ങനെ ചിന്ത പോയി കാണാം, കൈവിട്ട് പോകുന്നൊരു പേടി. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ നമുക്ക് കുടുംബമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഞാൻ ആ സമയത്ത് തന്നെ എൻ്റെ കൂട്ടുകാരനായ ഒരു അജിത്ത് എന്ന് പറഞ്ഞു, അവനെ വിളിച്ചിട്ട് രാത്രി 10-11 മണിക്ക് കണ്ടാണ് അവനെ വിളിക്കുന്നത്. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അവന് ഉറക്കമായി, ഇവിടെ നാളെ രാവിലെ ഒരു നല്ല മുണ്ടും കസവും മുണ്ടും ജുബയൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടനായിട്ട് നീ വാ, നീ ആ പാർവതി കല്യാണം കഴിക്കും. അങ്ങനെ അജിത്താണത് അഭിനയിച്ചത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു അഭിനയത്തിൻ്റെ മേഖല അന്ന് ഈ തുറന്ന് കിട്ടിയെങ്കിലും അന്ന് ഞാനത് വേണ്ടെന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ കെ രാജീവ് എന്ന് പറയുന്ന സംവിധായകൻ എന്നെ വിളിച്ചിട്ട് സ്വപ്നം എന്ന് പറയുന്ന സീരിയലിൽ, ദിനേശ് ചേട്ടാ നാളെ ഒരു വക്കീലിൻ്റെ വേഷമാണ്, ഒരു കറുത്ത പാൻറ്റും ഒരു വൈറ്റ് ഷർട്ടും ഇട്ടിട്ടങ്ങ് പോരെ, കോട്ടൊക്കെ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് അത് കഴിഞ്ഞപ്പോൾ ഒരു നടനായിട്ട് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതും ഞാൻ പറയുന്നത് ദൈവമായിട്ട് വന്നതാണ് കെ രാജീവ്. അപ്പം നമുക്ക് ഓരോ ഓപ്പണിംഗ് തരുന്നത് ദൈവാധീനം കൊണ്ടാണ്. ഞാൻ ഇതെല്ലാം കൊണ്ട് തന്നെ എൻ്റെ കടങ്ങൾ മൊത്തം വീട്ടി. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ബാങ്ക് ലോണില്ല, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ലോണില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ രീതിയിലും ഞാൻ വളരെ മിതത്വം പാലിച്ച് ജീവിച്ചു പോകുന്ന ഒരാളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ബാങ്കിൽ വയ്ക്കുക. മക്കളുടെ കല്യാണം കഴിഞ്ഞു. ഈ കൊറോണ വന്ന സമയത്ത് പോലും പലരും ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. കാരണം അറിയാമോ, ലോൺ എടുത്തിട്ടുണ്ട്, കാറിൻ്റെ ലോണുണ്ട്, വീടിൻ്റെ ലോണുണ്ട്, അത് മാസം തോറും അടയ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ സമയത്തൊക്കെ സന്തോഷമായിട്ടിരുന്ന വ്യക്തിയാണ്. ദൈവാധീനം കേട്ടോ, ഞാൻ എൻ്റെ കഴിവായിട്ട് പറയില്ല. പക്ഷെ ഞാൻ ആ ഒരു ഡിസിപ്ലിൻ പാലിച്ചതുകൊണ്ടാണ്, ഒരനുഭവം എന്നെ പഠിപ്പിച്ചതാണ്. ആവശ്യമില്ലാതെ കടമെടുക്കണ്ട, പിന്നെ കഴിയുന്നത് നമ്മുടെ ഉള്ള കൊക്കിനെ കൊത്താവുള്ളൂ, കൊക്കിനെ ഒക്കുന്നതേ കൊത്താവുള്ളൂ. ആവശ്യമില്ലാതെ ഞാൻ കയറി ഒരു 10 കോടിയുടെ വീട് വെച്ചു, ലോൺ എടുത്തു, 8 കോടിയുടെ ലോൺ എടുത്തു, ഇത് അടയ്ക്കാം എന്നൊരു ധൈര്യത്തിലായിരിക്കും. നാളെ കൊറോണ വീണ്ടും വന്ന് അടയ്ക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് വളരെ മാന്യമായിട്ട് ജീവിക്കുക എന്നുള്ളത് ഇത്ര ആഗ്രഹമുള്ളൂ. അപ്പൊ ഈ എസ്റ്റീം കൊടുത്തിട്ട് അതിലും വലിയ കാറല്ലേ പിന്നീട് എടുത്തേ? അതെടുത്തു, അത് വേറെ കാര്യം. അതൊക്കെ പിന്നീട് സമയം വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു സൗഭാഗ്യം ദൈവം തന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഞങ്ങളുടെ ആത്മാ മീറ്റിംഗ് പോലും പറയാറുണ്ട്, നമ്മൾ ജോയിൻ ചെയ്ത ഉടനെ തന്നെ നമ്മൾ വലിയ ആളായും ചിന്തിക്കരുത്. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ്ലി കയറി വലിയ കാർ എടുക്കരുത്. കാർ എടുത്താലും കുഴപ്പം ഇതാണ്, ഈ പറയുന്ന ഒരു കാർ നമ്മൾ എൻ്റെ പ്രാക്ടിക്കൽ സൈഡ് നോക്കുമ്പോൾ ഇപ്പോഴത്തെ 25-30 ലക്ഷം രൂപ കൊടുത്താലാണ് ഇന്ന് ഒരു വലിയ നല്ലൊരു കാർ കിട്ടുന്നത്. അപ്പോൾ ആ 30 ലക്ഷം രൂപയ്ക്ക് ഒരു കാർ എടുത്തിട്ട് നമ്മളൊരു 3-4 വർഷം കഴിയുമ്പോൾ ആൾക്കാർ പറഞ്ഞു വേറെ കാറില്ലേ, ഇതൊക്കെ മാറ്റാറായില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ 4 വർഷം കഴിയുമ്പോൾ നമ്മളിത് മാറ്റാനായിട്ട് ചിന്തിക്കുമ്പോൾ 30 അതിൻ്റെ റീസെയിൽ വാല്യൂ എത്രയാണ്, പകുതി പോലും കിട്ടില്ല. അപ്പോൾ നേരെ 15 ലക്ഷം രൂപ നമുക്ക് നഷ്ടം വന്നു. ഇതിൻ്റെ പുറത്ത് ലോൺ എമൗണ്ട് എടുത്തിരിക്കുന്ന ലോണിൻ്റെ പലിശയും കാര്യങ്ങളും അതൊക്കെ നോക്കുമ്പോൾ നിയർലി 10-25 ലക്ഷം രൂപ നമ്മൾ വെറുതെ കുട്ടികളായി. അപ്പോൾ അത് ചിന്തിക്കണം. അത് ഞാൻ ചിന്തിച്ചു. അവിടെ നമ്മൾ ബിസിനസ്സുകാരന് ഉണരും. അല്ലല്ല, അത് നമ്മൾ ചിന്തിച്ചത് കൊണ്ടാണ്, പ്രാക്ടിക്കലായിട്ട് ജീവിച്ചതുകൊണ്ടാണ് എനിക്ക് തിരിച്ചു വരാൻ പറ്റിയത്. സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എത്ര പേര് താഴെ പോയിട്ട് തിരിച്ചു വരാനുള്ള ഭാഗ്യം കിട്ടിയവരുണ്ട്. ആ കിട്ടിയ ഒരാൾ എന്ന നിലയ്ക്ക് സന്തോഷത്തിൽ പറയുകയാണ്, നമ്മളെപ്പോഴും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നൊരു സാധനം ജീവിതത്തിലുണ്ടാകും. ഞാൻ മാസം തോറും കുറേ സേവിങ്സ് ഇപ്പോഴും ചെയ്യാറുണ്ട്. എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, ഭാര്യയും ചെയ്യാറ്.
മക്കളെ കൊണ്ട് എൻ്റെ മോന് ഹിന്ദുവിലാണ് ആദ്യം ജോയിൻ ചെയ്തത്. അവൻ ജേർണലിസ്റ്റാണ്. അപ്പോൾ ജോയിൻ ചെയ്ത് ജേർണലിസ്റ്റ് ആണോ? ഹിന്ദുവിൽ ജേർണലിസ്റ്റ് ആയിരുന്നു, ഇപ്പം ഇല്ല. അപ്പോൾ അവന് 23-ാമത്തെ വയസ്സിലൊന്നുമാണ് അതിൽ ജോയിൻ ചെയ്തത്. അവൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, നീ ഒരു 10 രൂപ എടുത്തിട്ട് നീ മാറ്റി വയ്ക്കുക, നീ ഒരു ചിട്ടി ജോയിൻ ചെയ്യും. അവനെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ആ ഒരു സിസ്റ്റം ബ്ലഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ട് വരില്ല. അതെ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റി, ചെയ്യാൻ പറ്റി. ഓക്കെ. ഇനി ഈ സാറിൻ്റെ ഈ പറഞ്ഞ പോലെ കരിയറിലും ജീവിതത്തിലൊക്കെ പ്രധാനപ്പെട്ട ഒരു സിനിമ, എനിക്ക് തോന്നുന്നു ആ സിനിമയെ പറ്റി പരാമർശിക്കാതെ നമുക്ക് ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞതായിരിക്കും. എന്നാലും ഈ കിരീടം മൂവിയെ പറ്റി പറയാതെ പോകുന്നത് ഭയങ്കര ഇൻകംപ്ലീറ്റ് ആയി പോകും. ആദ്യം ചോദിക്കാനുള്ളത്, ഞങ്ങൾക്ക് ഈ ചെറിയ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ആ സീനാണ് കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചിതമായിട്ടുള്ളത്. അതെ അതെ അതെ. ഓർമ്മയുണ്ട് അന്നത്തെ ആ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്ത്? ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇല്ലായിരുന്നു. ആ ലൊക്കേഷനിൽ ഞാനില്ല. കാരണം ഒരു പ്രൊഡ്യൂസർ എപ്പോഴും എല്ലാ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ വേറെ എന്തോ കാര്യത്തിന് ഓടി നടക്കുന്നുണ്ട്. ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ആ സ്ഥലത്തില്ലായിരുന്നു. പക്ഷേ അത് നമ്മൾ ആ സ്ക്രീനിൽ കാണുമ്പോൾ, അത് റീ റെക്കോർഡിംഗ് ഒക്കെ വരുന്ന സമയത്താണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ പോലെ അന്ന് മോണിറ്റർ സിസ്റ്റം ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ കാണുന്നില്ല. പിന്നീട് ഇത് മദ്രാസിൽ പോയി അതിൻ്റെ റീ റെക്കോർഡിങ് നടക്കുമ്പോഴാണ് സീനൊക്കെ കാണുമ്പോൾ, ഓ എന്താ മോഹൻലാലിൻ്റെ പെർഫോമൻസ്, എന്താ നമ്മുടെ ഈ തിലകൻ ചേട്ടൻ്റെ പെർഫോമൻസ്. എന്തിനാ പുതിയതായിട്ട് വന്ന ഒരാളാണ് കീരിക്കാടൻ ജോസ്. കീരിക്കാടൻ ജോസ് തകർത്ത് വന്നില്ലേ. നിങ്ങൾ എങ്ങനെ ആ വില്ലിനെ കണ്ടുപിടിച്ചത്? ഞങ്ങളല്ല, അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് കലാധരൻ എന്ന് പറയുന്ന അതിൻ്റെ സിനിമയുടെ അസോസിയേറ്റാണ്. അപ്പോൾ അത് എനിക്കിപ്പോഴും വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. അതായത് കലാധരൻ താമസിച്ചിരുന്നത് അമ്മു എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ഇപ്പോൾ ആ ഹോട്ടൽ ട്രിവാൻഡ്രത്തില്ല. അപ്പോൾ അമ്മൂര് താമസിക്കുമ്പോൾ ഒരു വൈകിട്ടാകുമ്പോഴേക്കും നമ്മൾ ഡിസ്കഷന് വേണ്ടി ഞാൻ കലാധരൻ റൂമിലൊക്കെ ചെല്ലും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്കൊരു ടെൻഷനിൽ നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് ഷൂട്ടിംഗ് ഫിക്സ് ചെയ്തു. പക്ഷേ പ്രദീപ് ശക്തി എന്ന് പറയുന്ന നടൻ, വരേണ്ട ഒരു നടൻ, ഹൈദരാബാദിൽ നിന്ന് അയാളുടെ യാതൊരു അഡ്രസ്സും ഇല്ല. അപ്പോൾ അതിന് റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരാളെ തപ്പിയെടുത്തേ പറ്റൂ. അപ്പൊ നിങ്ങളുടെ അന്നത്തെ തീരുമാനത്തിൽ പ്രദീപ് ശക്തിയാണ് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അറിയാമോ പ്രദീപ് ശക്തിയെ? ഇല്ല. പഴയ ചാമരം എന്ന് പറയുന്ന സിനിമ. ആ ചാമരത്തിലൊരു ഭയങ്കര വെകിളിയൊക്കെ പിടിച്ചൊരു ഫുൾ കഷണ്ടി ആയിട്ട് ഒരു തമിഴ് തെലുങ്കൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആ ക്യാരക്ടർ കണ്ടിട്ടാണ് മനസ്സിൽ നമ്മൾ ഇയാളെ ഫിക്സ് ചെയ്തത്. കറക്റ്റ് ആയിരുന്നു അയാള്. പക്ഷേ ആൾക്ക് അഡ്വാൻസ് വെച്ചു കൊടുത്തതാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പക്ഷേ അന്നത്തെ കാലത്ത് മൊബൈലില്ലല്ലോ. ഒരാൾ വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ആളെ തപ്പിയെടുക്കാൻ വലിയ പാടില്ലേ. വീട്ടിൽ വിളിക്കുമ്പോഴേക്ക് എവിടെയോ പോയിരിക്കുകയാണ്, വിളിച്ചിട്ടില്ല, വിളിക്കുകയാണെങ്കിൽ പറയാമെന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ഇല്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ഇയാൾ കിട്ടില്ല, തീരുമാനമായി. അപ്പോൾ റീപ്ലേസ്മെന്റ് നോക്കി കിടക്കുമ്പോൾ അതനുസരിച്ച് ഒരാൾ കിട്ടണ്ടേ. ഒരു ഹൈറ്റ് വേണം, കണ്ട ഒരു വില്ലൻ ലുക്ക് വേണം, എല്ലാം വേണം. അങ്ങനെയാണ് ഈ കലാധരൻ പെട്ടെന്ന് സജഷൻ പറഞ്ഞു. ഞാനൊരു 3-ാം മുറ എന്ന് പറഞ്ഞൊരു പടം ചെയ്യാൻ പോയപ്പോൾ കെ മധുവിൻ്റെ സിനിമയായിരുന്നു. അതിനകത്ത് ഒരു ചെറിയൊരു ഗുണ്ടാവേഷം, അതായത് ഒരു തോക്കൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭയങ്കര അജാനബാഹുവായ ഒരാൾ. അയാൾ ചെറിയ ജോലിയൊക്കെ ഉള്ള ഒരാളാണ്, ഗവൺമെൻറ് ജോലിയുള്ള ഒരാൾ, എൻഫോഴ്സ്മെൻറ്റിലാണ് പുള്ളി. അപ്പോൾ അയാളെ ഒന്ന് വിളിച്ചു വരുത്തിയാൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, നമുക്കൊന്ന് കണ്ടു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇയാളെ വിളിച്ചു വരുത്തുന്നത്. രാത്രി തന്നെ ഇയാളെ വിളിച്ചു വരുത്തുന്നു. ട്രിവാൻഡ്രത്താണ് ഇയാൾ താമസിക്കുന്നത്. അയാൾ വന്നു കഴിഞ്ഞാൽ നോക്കിയപ്പോഴേക്കും ഇങ്ങനെ നോക്കണം അയാളെ കാണണമെങ്കിൽ തന്നെ. അത്ര നല്ല ഹൈറ്റ് ഉണ്ട് അയാൾക്ക്, നല്ല ബോഡിയുണ്ട്. പിന്നെ എന്താ നമ്മുടെ ഈ രൂപത്തിന് കറക്റ്റാണ്. അപ്പോൾ അങ്ങനെ വേഗം തന്നെ ഞാൻ അപ്പോൾ ഗീത്തിലാണ് താമസിക്കുന്നത്. ലോഹിദാസും ഉണ്ട്, സിബി വലയിലുണ്ട്. നേരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു. ഇവർ കണ്ട ഉടനെ ഇവർ രണ്ടുപേരും ഓക്കെ പറഞ്ഞു. അവരൊക്കെ പറഞ്ഞാലേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ തീരുമാനമായി. അങ്ങനെ ഇയാളെ മുടി പറ്റ വെട്ടിച്ചു. പിന്നെ ഇവിടെ ചെറിയ പാടുമൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അയാളങ്ങ് കീരിക്കടൻ ജോസായിട്ടൊക്കെ മാറി. കീരിക്കടൻ ജോസിന് ഈ പറഞ്ഞ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സിനിമയിൽ ഇപ്പോഴും അയാളുടെ പേര് മോഹൻരാജ് ആണെന്നുള്ളത് ആർക്കും അറിയില്ല. എല്ലാവരും കീരിക്കടൻ ജോസ് എന്നാണ് പറയുന്നത്. ഈ അടുത്ത് തന്നെ പുള്ളിക്ക് ഒട്ടും വയ്യായിരുന്നു. വയ്യാതെ പുള്ളി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴേക്കും പുള്ളിയെ പറ്റി കുറച്ച് എന്താ ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ വന്നു. അതായത് പുള്ളിക്ക് സാമ്പത്തിക പ്രശ്നമാണ്, പുള്ളി മെഡിക്കൽ കോളേജിൽ അതപ്പതിച്ച് വല്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞ്. പുള്ളിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല മനുഷ്യന്. കാരണം എന്നറിയാമോ, ഒന്ന് അയാൾ ഈ സർക്കാർ ജോലി ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ അതിൻ്റെ നല്ല പെൻഷൻ പുള്ളിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ കൂടെ അയാളുടെ ഭാര്യ എന്ന് പറയുക SBIയിലാണെന്ന് തോന്നുന്നു, അതിൽ ബാങ്ക് മാനേജറാണ്. അവർക്ക് നല്ല ശമ്പളം അവർക്ക് കിട്ടുന്നുണ്ട്. ഇയാളല്ലെങ്കിൽ തന്നെ കഠിനംകുളം സൈഡിൽ ഒരു അല്ലാതെ തന്നെ ഇവർ റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. മദ്രാസിൽ തന്നെ എൻ്റെ അറിവിൽ ശരിക്കും പറഞ്ഞാൽ 2-3 ഫ്ലാറ്റ് അയാൾ നേരത്തെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് സാമ്പത്തികമായ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് എപ്പോഴും ഈ പൊതുവേ നമ്മുടെ യൂട്യൂബിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷയുണ്ട്, ആ പഴയ നടന്റെ അവസ്ഥ കണ്ടോ, ഈ അവസ്ഥ കണ്ടോ എന്ന് പറയുമ്പോൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ എല്ലാവരും ക്ലിക്ക് ചെയ്ത് നോക്കും. കാരണം നെഗറ്റീവ് കാണാനാണ് എല്ലാവർക്കും താല്പര്യം. അല്ലാതെ അയാളിപ്പോൾ കോടീശ്വരനായിട്ട് നിൽക്കുന്നു പറഞ്ഞാൽ നമുക്കെന്താ എന്ന് പറഞ്ഞാലും കാണൂല. അതേസമയം ഒരാളെ മോശം കണ്ടീഷനാണെന്ന് പറഞ്ഞാൽ കാണാൻ താല്പര്യം ഉണ്ടാവും. അങ്ങനെ ഇട്ട് നോക്കിയതാണ്.
പക്ഷേ അത് ഞാനത് ക്ലാരിഫൈ ചെയ്തു. ഞാൻ അവിടെ പോയി മോഹൻരാജിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഞാൻ പറഞ്ഞ മോഹൻരാജിന് ഒരു പ്രശ്നമില്ല, അയാൾ മാന്യമായിട്ട് സന്തോഷമായിട്ട് ഹെൽത്ത് പരമായിട്ട് ചെറിയ പ്രശ്നമുണ്ട് പുള്ളിക്ക്, അതുകൊണ്ട് എന്നല്ലാതെ അങ്ങനെ വിചാരിക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന്. ഓക്കെ. അപ്പം അങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മുടെ കിരീടത്തിൻ്റെ ഒരു വിശേഷമായിട്ട്. പിന്നെ കിരീടത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴും ഇന്നും ഞാൻ അതിന് അനുഭവിക്കുന്ന ഒരു ദുഃഖകരമായ സത്യവും, പലയിടത്തും ചെന്ന് ഞാൻ കിരീടത്തിൻ്റെ നിർമ്മാതാവാണ് എന്ന് പറയുമ്പോഴേക്കുണ്ടല്ലോ ഇങ്ങനൊരു നോട്ടം നോക്കും, ഒരു കള്ളനെ പോലെ. ഇത് കിരീടം ഉണ്ണിയല്ലേ, നിങ്ങൾ കിരീടം ഉണ്ണിയാണോ? അപ്പം ഞാൻ പറയും കിരീടം ഉണ്ണി എന്ന് പറയുന്നത് എൻ്റെ പാർട്ട്ണറായിരുന്നു. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് കിരീടം ദിനേശ് പണിക്കർ എന്ന് പേര് വരാത്തെ? ഞാൻ പറഞ്ഞു ദൈവം സഹായിച്ച് ദിനേശ് പണിക്കർ എന്നുള്ള പേര് തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് കിരീടം ദിനേശ് പണിക്കർ എന്ന് പറഞ്ഞാൽ എന്നെ ലേബൽ ചെയ്യേണ്ട കാര്യമില്ല. അതേസമയം എൻ്റെ പാർട്ട്ണർക്ക് ഉണ്ണി എന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു 100 ഉണ്ണിമാരെ പരിചയമുണ്ടാവും. അപ്പോൾ ഏത് ഉണ്ണി എന്നറിയാതെ ചോദിക്കുമ്പോൾ അതിനുള്ള ഒരു മറുപടിയായിട്ട് പറഞ്ഞത് കിരീടം പിടിച്ച ഉണ്ണിയെ, അങ്ങനെ പറഞ്ഞു വന്ന് കിരീടം ഉണ്ണിയായിട്ട് അയാൾ മാറിയതാണ്. അത് പുള്ളിയുടെ ഒരു യോഗം എന്നല്ലാതെ പുള്ളിയല്ല കിരീടത്തിൻ്റെ പ്രൊഡ്യൂസർ. കിരീടത്തിൻ്റെ പ്രൊഡ്യൂസർ ഞങ്ങളാണ്. ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഈ കൃപ എന്ന് പറയുന്നത് തന്നെ കൃഷ്ണകുമാറും പണിക്കരും ചേർന്നിട്ടാണ് ഞങ്ങളുടെ കൃപ ഫിലിംസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത പ്രസ്ഥാനം. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ആ പടം കഴിയുമ്പോൾ ഞാൻ ഉണ്ണിയായിട്ട് അത്ര മാനസികമായിട്ട് അടുപ്പത്തിലല്ല പിന്നെ പിരിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ബാനർ തന്നെ പുള്ളിക്ക് കൊടുക്കുക കാണിച്ചത്. അതാണ് എൻ്റെ സത്യാവസ്ഥ. അപ്പോൾ ഇത് ഈ അടുത്തൊരു അനുഭവം ഉണ്ടായി. ഒരു പത്രക്കാരൻ, പേര് പറയുന്നില്ല, കുറച്ച് സീനിയറായിട്ടുള്ളൊരു പത്രക്കാരനാണ്. ഞങ്ങളുടെ ഏതോ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഫിലിം ഫെസ്റ്റിവൽ എന്ന് നടക്കുമ്പോൾ ഒരു പാർട്ടി ഉണ്ടാവും. ആ പാർട്ടിയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്തോ വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും ഇയാൾ വന്നു. അപ്പോൾ എൻ്റെ കൂടെ നാൾ പരിചയപ്പെടുത്തി ദിനേശ് പണിക്കർ കിരീടത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. പുള്ളി എന്നെ ഇങ്ങനെ അങ്ങ് നോക്കിയിട്ട് കിരീടത്തിൻ്റെ പ്രൊഡ്യൂസർ നിങ്ങളെങ്ങനെയാവുന്നത്? ഒരു ഇൻസൾട്ടിങ് ആയിട്ട് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തായി, ഞാൻ പ്രൊഡ്യൂസർ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പ്രൊഡ്യൂസറാണ്. അപ്പം എനിക്ക് ദേഷ്യം വന്നു, ആണെന്ന് പറഞ്ഞു. ഹേ അത് ഉണ്ണിയല്ലേ എന്ന് പറഞ്ഞ് ഇയാളങ്ങ് നടന്നു പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊന്ന് കുറച്ച് മദ്യപാനം ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിൻ്റെയൊക്കെ ഇതിരിക്കുമ്പോൾ പുള്ളിയും ആ സൈഡിലോട്ട് പോയിട്ടുണ്ടാവണം ഒക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ എന്തോ കഴിഞ്ഞപ്പോഴേ വീണ്ടും ഞങ്ങൾ ഫേസ് ടു ഫേസ് വന്നു. ഭാഗ്യത്തിന് ഇതാണ് ഈ യോഗം എന്നൊക്കെ പറയില്ലേ, നോക്കി ഉണ്ണി എൻ്റെ അടുത്ത് തൊട്ടടുത്തേക്കാണ്. അപ്പോൾ ഞാൻ ഉണ്ണിയുടെ തോളത്ത് കഴിയിട്ട് ഞാൻ പറയും ഉണ്ണി ദാ ഇദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടുന്നത്, ഇദ്ദേഹത്തിന് ഈ ഒന്ന് പറഞ്ഞു കൊടുക്കുക, ദിനേശ് പണിക്കരാണ് കിരീടത്തിലെ പാർട്ട്ണറല്ലേ ഒന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ദിനേശ് ഞങ്ങൾ ഒരുമിച്ചാണ് കിരീടം എടുത്ത് എന്ന് പറഞ്ഞപ്പോൾ അയാളിങ്ങനെ എന്നെയും നോക്കി ഉണ്ണിയും നോക്കി, അതിന് ശേഷം പതുക്കെ മുണ്ടേട്ടങ്ങ് പോയി. ഓക്കെ. അതിനുശേഷം നെക്സ്റ്റ് ഡേ ഇയാൾ എൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് എനിക്കൊരു മെസ്സേജ് അയച്ചു, സോറി കേട്ടോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. അപ്പോൾ എന്നെ വേദനിപ്പിച്ചതിന് ഒരു സോറി കൊണ്ട് പുള്ളി അവസാനിപ്പിച്ചു എന്ന് പറയുന്ന പോലെ എല്ലാവരുടെയും സോറി നമുക്ക് കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ പലരുടെയും മനസ്സിനകത്ത് ഇപ്പോഴും അത് ഞാൻ പ്രൊഡ്യൂസറാണേ എന്ന് പറയേണ്ട ഒരു ദുഃഖകരമായ സത്യം ഇതിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മലയാള സിനിമയിലെ ഒരു ഐക്കോണിക് സിനിമ കാറ്റഗറിയിലാണ് ഇപ്പോഴും കിരീടം കാണുന്നത്. അന്ന് ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഇപ്പോൾ സിബി മലയിൽ പോലുള്ള സംവിധായകൻ, ലോഹിതദാസ് പോലുള്ള തിരക്കഥാകൃത്ത്, 2 പ്രൊഡ്യൂസേഴ്സ്, ലാലേട്ടനെ പോലൊരു നായകൻ, നിങ്ങൾക്ക് പ്രതീക്ഷകൾ തീർച്ചയായും ഉണ്ടായിരുന്നിരിക്കണം ഷൂട്ട് ചെയ്യുമ്പോഴും. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതായത് ഇത്രയും ഐക്കോണിക് ആയിട്ടുള്ള ഒരു സിനിമയാണ് സംഭവിക്കാൻ പോകുന്നത് മലയാള സിനിമയിലേക്ക്, ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് നാഷണൽ ലെവലിൽ പോകുന്നൊക്കെ അന്നേ നിങ്ങൾക്കിടയിലെങ്കിലും ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയില്ല. ഞാൻ അതിന് വേറൊരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ സിബി മലയിൽ അതിന് മുമ്പ് എടുത്തിരിക്കുന്ന സിനിമയെല്ലാം നല്ല സിനിമകളായിരുന്നു. അതുപോലെ തന്നെ ലോഹിദാസിൻ്റെ 2 സിനിമ അന്ന് ആ സമയത്ത് റിലീസ് ചെയ്തിട്ടുള്ളൂ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഒന്ന് എഴുതാപ്പുറങ്ങൾ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, ഒന്ന് തനിയാവർത്തനം ഉണ്ടായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ സിനിമയായിരുന്നു. എനിക്കൊന്ന് 4മത്തെയോ 4മത്തെയോ, മുദ്ര അതിന് മുമ്പാണോ കഴിഞ്ഞിട്ടാണോ എന്ന് എനിക്ക്, മുദ്രയും അതിന് മുമ്പാണ് തോന്നുന്നു. അപ്പം അങ്ങനെ 3മത്തെയോ 4മത്തെ സിനിമയാണ് നമ്മുടെ കിരീടം വരുന്നത്. ലോഹിദാസിൻ്റെ കമേഴ്ഷ്യൽ റൈറ്റർ അല്ല എന്ന് നമുക്ക് അന്ന് പറയാം. പക്ഷേ പുള്ളിയുടെ സ്ക്രിപ്റ്റ് എന്താണ്, തനിയാവർത്തനം എന്താ സ്ക്രിപ്റ്റ്, ഭയങ്കരമല്ലേ. എഴുതാപ്പുറങ്ങൾ അത്ര ഓടിയ സിനിമയല്ല, പക്ഷേ എഴുതാപ്പുറങ്ങൾ മനോഹരമായിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഞങ്ങളെക്കാട്ടിലും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് സിബിക്കാണ്. സിബി പറഞ്ഞു ഇത് ഇയാളെ കൊണ്ട് തന്നെ എഴുതിക്കണം, ഇയാൾ തന്നെ. അപ്പോൾ ലോഹിദാസിൻ്റെ കഥയാണത്. ലോഹിദാസ് തന്നെ വന്ന് നമ്മുടെ ആദ്യം കഥ പറയുമ്പോൾ തന്നെ ഒരു ത്രെഡേ പറയുന്നുള്ളൂ പുള്ളി, അല്ലാതെ വലിയ കഥ കിരീടത്തിൻ്റെ ഫുൾ ഇത് സംഭവം പറയുന്നില്ല. പക്ഷേ അയാളുടെ മനസ്സിൽ ഫുൾ സിനിമ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് വരുന്നതും. ഇതൊരു എന്തൊക്കെ വന്നാലും ശരി സിനിമ നല്ലൊരു സിനിമയായിരിക്കും. വലിയ കമേഴ്ഷ്യലിൻ്റെ സക്സസ് ആവും ഇല്ലയോ എന്ന് ഉറപ്പില്ല. പക്ഷെ ഞങ്ങൾക്ക് റിസ്ക് ഇല്ല, കാരണം ഞങ്ങളിത് ഔട്ട്റൈറ്റ് നേരത്തെ കൊടുത്തു.
ഞങ്ങൾ അന്ന് 22 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് പടത്തിന് ടോട്ടൽ Cost, കോസ്റ്റായി yeah. അന്നത്തെ 27 രൂപയ്ക്ക് നമ്മൾ ഔട്ട് റൈറ്റ് കൊടുത്തു കഴിഞ്ഞു. Okay. അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ഉണ്ണിക്കും കൂടി ചേർത്ത് 5.5 ലക്ഷം രൂപ ലാഭം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ സേഫാണ്. അപ്പോൾ ഇനിയുള്ളത് ഈ പടം ഹിറ്റാക്കുക എന്നാണ്. അതിനുവേണ്ടി ഞങ്ങളെല്ലാം മാക്സിമം ചെയ്തു. ആ പടത്തിന് ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്തു. ഇല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കുറച്ച് വേണമെങ്കിൽ 18 രൂപയ്ക്ക് പടം തീർത്താൽ 4 ലക്ഷം കൂടി അഡീഷണൽ കൈ കിട്ടിയേനെ. പക്ഷെ അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ ചെയ്തില്ല. നല്ലൊരു പടം എടുക്കണം, പേരുണ്ടാക്കണം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പല്ലേ, അത് നമ്മൾ സക്സസ്ഫുൾ ആയി. പണ്ട് കവിയൂർ പൊന്നും ഒരു ഇന്റർവ്യൂവിൽ പറയണ്ടായിരുന്നേ, അതായത് ഇത്രയും സിനിമകൾ ചെയ്തിട്ട് എനിക്ക് കരഞ്ഞു പോയൊരു സിനിമ അത് കിരീടമാണ്. അതിലൊരു പെർട്ടിക്കുലർ സീനുണ്ട്, അത് ലാലേട്ടൻ എന്തോ വീട്ടിൽ വന്നതിന് ശേഷം വേണ്ട കയറണ്ടെന്നെന്തോ പറഞ്ഞ് തിലകൻ അയക്കുന്ന സമയത്ത് എന്റെ ജീവനം എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നെന്തോ പറയുന്ന ഒരു ഡയലോഗിലാണ്. അതായത് കബീർ പനം പറയുന്ന ആ സീനിൽ ലിറ്ററലി ഞാൻ കരഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ അഭിനയം കണ്ടിട്ട് എന്നുള്ളതാണ്. ഇത് എപ്പോഴെങ്കിലൊക്കെ നിങ്ങളെ ഈ ബാക്കിൽ നിൽക്കുന്ന പ്രൊഡ്യൂസർമാർക്കൊക്കെ ഈ എഫക്ട് ചെയ്തിട്ടുണ്ടോ, ഇതുപോലെ പ്രകടനങ്ങൾ കണ്ടിട്ട് കരയുക അല്ലെങ്കിൽ ആ സിനിമയിൽ ഇപ്പോൾ കുറേ ടച്ചിങ് മൊമെന്റ്സ് ഉണ്ട്. അത് ലോഹിദാസിന്റെ ഏത് സിനിമ എടുത്താലും ഉണ്ടാവും, സിബി മലയിലെ ഏത് സിനിമ എടുത്താലും ഉണ്ടാവും. കാരണം അവരതിനെ മാസ്റ്റേഴ്സ് എന്ന് പറയില്ലേ, അവർക്ക് ആ ഒരു ടച്ച് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാം. അതിന് പെട്ടെന്നൊരു ഓഫ് ദി കിരീടം ഞാൻ ഒരു സാധനം പറഞ്ഞോട്ടെ. ഞാൻ ഇതുമാതിരി വേറെ സിനിമയിൽ ശരിക്കും സിബിയെ ഞാൻ സ്തുതിച്ചു പോയൊരു സിനിമ എന്ന് പറയുന്നത് ഹിസ് സൈനസ് അബ്ദുള്ള. ഒരു പാട്ട് പാടുന്നൊരു സീനുണ്ടല്ലോ, ആ പ്രമോദനമൊക്കെ കഴിഞ്ഞിട്ട് അവസാനം വന്ന് ഗൗതമി ഒരു സൈഡിൽ നിൽക്കുന്നു, ലാലിങ്ങനെ നോക്കുന്നു. അപ്പോൾ ലാലിനെ നോക്കിയിട്ട് ആ ഒരു ഇന്റർവെൽ പഞ്ചായിരുന്നു എൻ്റെ ഓർമ്മ. ഈ പറയുന്ന ഒരു ഡയലോഗ് പോലും പറയാതെ ഗൗതമി ഒരു ജസ്റ്റ് ഇങ്ങനെ മാത്രം തൊഴുതോണ്ട് പ്ലീസ് എന്ന രീതിയിൽ എന്തോ ആണെന്നോ എൻ്റെ ഓർമ്മ. അവരിങ്ങനെ കാണിക്കുന്നുണ്ട്. ആ കാണിക്കലിൽ എല്ലാം ഉണ്ട്. ആ ശരിക്കും പറഞ്ഞാൽ അതായത് 100 ഡയലോഗ് എഴുതി വെച്ചാൽ പോലും അത്ര എഫക്റ്റീവ് ആവില്ല. അവിടെയാണ് ഒരു സംവിധായകൻ്റെയും അവിടെ ഒരു എഴുത്തുകാരൻ്റെയും മിടുക്ക് നമ്മൾ കാണുന്നത്. എന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് അനവധി സീൻസ് എടുത്താലും അതിനകത്തല്ല പലതും ഭയങ്കര ടച്ചിങ്. എനിക്ക് പേഴ്സണലി ഞാൻ ആ സീൻ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. അതായത് ജയിൽ സീനാണ്. ആ ജയിൽ സീനിൽ തിലകൻ ചേട്ടൻ ചെന്നിട്ട് മോഹൻലാലിനെ ഇടിക്കുന്നു. കാരണം മോനെ വലിയ പ്രതീക്ഷയോടെ വളർത്തിയല്ലേ, അവൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള അച്ഛൻ ദേഷ്യം കാണിച്ചിട്ട് അതിനുശേഷം അച്ഛൻ പോകുന്നു വിഷമിച്ചിട്ട്. അതേ അച്ഛൻ തിരിച്ചു വന്നിട്ട് ഒരു പൊതിച്ചോറ് കൊണ്ടുവന്നിട്ട് മോന് വെച്ചിട്ട് കഴിക്കാൻ കൊടുക്കുന്നൊരു സീനുണ്ട് രാത്രി. അവിടെ അച്ഛൻ്റെയും മോൻ്റെയും ആ അടുപ്പവും സ്നേഹവും വികാരവും എല്ലാം, അതിനകത്ത് ഡയലോഗ്സ് ഒന്നും വേണ്ട. അത് എടുത്തിരിക്കുന്ന രീതിയും അത് ഭാവന ചെയ്ത നമ്മുടെ എഴുത്തുകാരനെയും നമിച്ചേ പറ്റും എന്ന് പറയുന്നത് പോലെയാണ് ആ കത്തി താഴെയിടുക എന്ന് പറയുന്ന സീനാകട്ടെ. ഏത് സീൻ വേണമെങ്കിൽ എടുത്തു നോക്കിക്കോ, അതിനകത്തെല്ലാം എടുത്തെടുത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ മലയാളത്തിൽ ഒരു തിരക്കഥകളിൽ ഒരു പഠിച്ചിരിക്കേണ്ട ഒരു തിരക്കഥ എന്നൊക്കെ പറയുന്ന പോലെ വൺ ഓഫ് ദ ഫ്യൂ ഫിലിംസ്, കുറേ ഇഷ്ടംപോലെ വേറെ സിനിമകളുണ്ട്, അതിൽ ഒന്ന് കിരീടത്തിന് ഒരു സ്ഥാനം എന്തുകൊണ്ട് എന്ന് പറയുന്നത്. ആ സിനിമയിലെ ഒരു സീൻ പോലും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സീനില്ല, ഒരു വാക്ക് പോലും വേസ്റ്റ് ആയിട്ടില്ല. അത്രയും മനോഹരമായിട്ടാണ് ആ സിനിമ നിർമ്മിച്ചിരിക്കുന്നതും. ആ സിനിമ എന്താ പറയുക, ഇവരൊക്കെ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പ് എഫേർട്ടാണല്ലോ. ക്യാമറാമാനോ കുമാറിൻ്റെയും എടുത്ത് പറഞ്ഞു വിട്ടു, നല്ലൊരു വർക്കല്ലേ കുമാറിൻ്റെയും. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും ഒരു എഫേർട്ടാണ്. തീർച്ചയായിട്ടും അതിൽ ഒറ്റ പാട്ടേ വന്നിട്ടുള്ളെങ്കിൽ 2 പാട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 2 പാട്ട് ആക്ച്വലി നമ്മൾ റെക്കോർഡ് ചെയ്തതാണ്. എൻ്റെ സ്കൂൾ മേറ്റായ ബാലഗോപാലൻ തമ്പി, ഞാൻ സിനിമ എടുക്കുന്നു പറഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ആദ്യം വന്ന് തമ്പിക്ക് ഒരു പാട്ട് കൊടുക്കണം. അങ്ങനെ തമ്പിക്ക് ഒരു പാട്ട് കൊടുത്തു. അതിനകത്ത് 2 പാട്ട് ആക്ച്വലി ഞങ്ങൾ റെക്കോർഡ് ചെയ്തു. പക്ഷേ ഷൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴും നോക്കിയപ്പോഴേക്കും ഈ തമ്പിയുടെ പാട്ടൊരു ഇവർ തമ്മിലുള്ള പ്രേമത്തിൻ്റെ സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, മോഹൻലാലിനെയും. പക്ഷേ ഈ സ്ക്രിപ്റ്റിൻ്റെ ഫാസ്റ്റ്നെസ് കാരണം ഈ പറഞ്ഞ അതിനകത്ത് ഇനി ഒരു പാട്ട് കേട്ടാനുള്ള സ്ഥലമില്ലാതെ. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 സീൻ കഴിയുമ്പോൾ തന്നെ വീണ്ടും ഇത് പിരിയുന്നതായിട്ടൊക്കെ അവനെ കാണിക്കും. അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പം അതുകൊണ്ട് ആ പാട്ട് നമ്മൾ വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. എന്നാൽ പോലും ഒറ്റ പാട്ടാണ് കണ്ണീർ പൂവ്. അതിൽ നമ്മുടെ MG ശ്രീകുമാറിന് കിട്ടിയ പേര്, സിനിമയ്ക്ക് അത് ഗുണം ചെയ്തത് എത്രയാണെന്ന് എല്ലാം നമുക്കേ അറിയാവൂ. അപ്പം എല്ലാം കൊണ്ടും ഒരു ബ്ലെസ്സഡ് ആയിട്ടുള്ള ഒരു ഫിലിം എന്ന് പറയില്ലേ, സത്യം ആയിരുന്നു കിരീടം. ഈ കിരീടം പോലെ തന്നെ ഇതൊന്ന് അധികം ആൾക്കാർ കമന്റ് ചെയ്യാത്തൊരു സിനിമയാണ് കളിവീട് സക്സസ് ആയിരുന്നു, കൊമേഴ്ഷ്യലി കളിവീട് സക്സസ് ആയിരുന്നു. എൻ്റെ കളിവീടിനെക്കാട്ടിലും സക്സസ് ആയിരുന്നു പ്രണയവർണ്ണങ്ങളാണ് എനിക്ക് കൂടുതൽ അഭിമാനം തോന്നുന്നൊരു സിനിമ. കാരണം അതിനകത്ത് വലിയ ആർട്ടിസ്റ്റ് വാല്യൂ ഉണ്ട്. അത് കുറച്ചുകൂടെ പണം മുടക്കിയെടുത്താണ്. വിഷ്വലി വളരെ ഭംഗിയായിട്ടുള്ള സിനിമയായിരുന്നു. ഞാൻ ധൈര്യമായിട്ട് ഒരു പ്രൊഡ്യൂസറായിട്ട്
കാശ് വലിച്ച് എറിഞ്ഞ് എടുത്തൊരു പടമാണ് ഈ പറഞ്ഞ പ്രണയോർണ്ണങ്ങൾ. അപ്പോൾ അതിനകത്ത് വിദ്യാസാഗറിൻ്റെ മ്യൂസിക് ആകട്ടെ, അല്ലെങ്കിൽ പറഞ്ഞ മഞ്ജു, ദിവ്യ, പിന്നെ നമ്മുടെ സുരേഷ് ഗോപി, ബിജു മേനോൻ, ഇവരുടെയൊക്കെ അഭിനയം എല്ലാവരുടെയും ഒന്നിനൊന്നും വെച്ച് വരുന്നു എല്ലാവരും. അപ്പം അങ്ങനെ ടോട്ടലി നമ്മൾ മനസ്സിൽ ഒരു സംഭവം, ഇതൊക്കെ സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് തിയേറ്ററിൽ വരുമ്പോഴല്ലേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയുള്ളൂ. അതുവരെ ടെൻഷനാണ് നമുക്ക്. അപ്പം നമ്മൾ മനസ്സിൽ വിചാരിക്കും ഇത് നന്നായിരിക്കും, പക്ഷെ എല്ലാ സിനിമയും നന്നാവണമെന്നില്ല. അത് സംവിധായകൻ്റെ മിടുക്കുണ്ട് അതിനകത്ത്. നമ്മുടെ തലവരെയുണ്ട് ഒരെണ്ണത്തിന്. ചിലത് പടം മോശമായിരിക്കും, ഭയങ്കര ഹിറ്റാവും. അപ്പം അങ്ങനെയുണ്ട്. നേരെ തിരിച്ചും സംഭവിക്കാം. നല്ല പടമായിരിക്കും പക്ഷെ വിജയിക്കുന്നില്ല. എത്ര എണ്ണം. അപ്പൊ അതുകൊണ്ട് ഈ പ്രണയവർണ്ണങ്ങളൊക്കെ ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് പെയിൻ എടുത്തൊരു സിനിമയാണ്. ഞാൻ പ്രൊഡ്യൂസറാണ്, ഞാൻ ഡിസ്ട്രിബ്യൂട്ടറും ആയിരുന്നു. അപ്പൊ ശരിക്കും റിസ്ക് എടുത്താണ് ഞാൻ ആ സിനിമ നിർമ്മിച്ചത്. പക്ഷെ ആ സിനിമയ്ക്ക് ഭയങ്കര ഹിറ്റ് ആയിരുന്നില്ല ആ വർഷത്തെ. എനിക്ക് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഹിറ്റ് ആ കാലത്തെ അല്ലേ. ഈ കളിവീടിൽ പറയുന്ന സമയത്ത് അതും ഈ പറഞ്ഞ മഞ്ജുവാരുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത സിനിമ ആദ്യമായിട്ട് സംഭവിക്കുന്ന മഞ്ജുവാരുടെ കൂടെ ആ സിനിമ കളിവീടായിരുന്നു. അതിൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് മഞ്ജുവാര്യൻ ആദ്യം കാസ്റ്റ് ചെയ്യുന്നത് വാണി വിശ്വനാഥിന്റെ റോളിലേക്കായിരുന്നു, പിന്നെയാണത് മാറിയത്. അല്ല അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു സംഭവം എന്ന് വെച്ചാല്, ആ ഒരു പുതിയ നിഷ്കളങ്കിയായ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ വരുന്നു. അപ്പൊ ഈ കല്യാണം കഴിച്ച് വന്നു കഴിയുമ്പോഴേക്കും ഒരു ആർക്കിടെക്റ്റിനാണ് കല്യാണം കഴിക്കുന്നത്. ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് വരച്ച വരയിൽ എല്ലാ കാര്യങ്ങളും നീങ്ങണം, ഇങ്ങനെ വരയ്ക്കണം, അങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ജയറാം. പക്ഷേ ഇവിടെ എല്ലാം ഭയങ്കര തമാശയായിട്ട് എടുക്കുന്ന, ഇവിടെ കുറേ ചീപ്പൊക്കെ ചെയ്യിക്കഴിഞ്ഞാൽ അത് മുഴുവൻ മുടിയൊക്കെ അത് വലിച്ചെറിയും, പേപ്പർ വലിച്ച് കീറുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇവർ തമ്മിൽ വഴക്കുണ്ടാവുന്നു. ഈ വഴക്ക് അവസാനം ചെന്ന് എത്തുന്ന എവിടെയാണെന്ന് അറിയാമോ? രണ്ടുപേരും ഡിവോഴ്സിലാണ്. അപ്പോൾ ഇത് എല്ലാ കുടുംബത്തിലും നടക്കുന്ന, അതായത് ഒന്ന് പറഞ്ഞാൽ ചായ നീ എന്തിനടി പഞ്ചസാര ഇട്ട് നിനക്ക് അറിഞ്ഞൂടെ ഞാൻ പഞ്ചസാര കഴിക്കില്ല എന്ന്. അപ്പം അറിയാതെ ചിലപ്പോൾ അന്ന് ഭാര്യ ഇട്ട് ശ്രദ്ധിച്ച് കാണില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ വിലക്കാരി ഇട്ടതാകാം. അപ്പം എല്ലാ വീട്ടിലും ഇങ്ങനെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷേ നമുക്കറിയാം, ഇത് പറഞ്ഞ് ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് പറയും? എന്നാൽ നീ ഇറങ്ങി പോടി, ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. ഇങ്ങനെയൊക്കെ ഒരു ഡയലോഗ് എല്ലാവരും പറയും. അത് പറയുന്നത് ചിലപ്പോൾ അച്ചട്ടാവുകയും ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും രണ്ടുപേരും തമ്മിൽ അകന്നങ്ങ് പോവും, വിട്ടുപോകും. പക്ഷേ ഇത് വിട്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഒരു വരവ് വന്നാൽ അതാണ് നമ്മൾ ഈ സിനിമയിൽ കാണിക്കുന്നത്. രണ്ടുപേരും വിട്ടുപോകുന്നു, പല ഒരു ഒത്തുചേർക്കാനുള്ള ശ്രമം നടത്തിയിട്ടും ചേരുന്നില്ല. പക്ഷെ അവസാനം ഒരു ചെറിയ കളിയൊക്കെ കളിച്ചാണ്. അതാണ് സിനിമയിൽ നല്ല സിനിമ. ക്ലൈമാക്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും നിന്ന് കൈയടിച്ചൊരു സിനിമയായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഇത് എല്ലാവരും റിലേറ്റ് ചെയ്യും. ഇത് എനിക്ക് തോന്നുന്ന നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടലി കുടുംബങ്ങളിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളില്ലാത്ത ഒരു കുടുംബം പോലും കാണുന്നു. അപ്പോൾ ഇത് എൻ്റെ കഥയാണ് ഇവൻ പറഞ്ഞത് എന്നൊരു തോന്നല് എല്ലാവർക്കും വരും. മൃദുലേനെ നമ്മൾ അങ്ങനെ കുറെ കണ്ടിട്ടുണ്ട്. പേര് ഓർമ്മയുണ്ടല്ലേ, മൃദുല എന്നുള്ളത്. അങ്ങനെ പിന്നെ അതിനകത്ത് പാട്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളായിരുന്നു. എനിക്കിപ്പോഴും അതിനകത്ത് ആ പാട്ടുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ഒരു മാന്ത്രി കൂടുന്നൊരു പാട്ടുണ്ട്. എൻ്റെ ഇഷ്ടപ്പാട്ടുകളിൽ ഒരു നമ്പർ 1 സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാട്ടാണത്. കാരണം എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് തന്നെ ഒരു കണ്ണീരൊക്കെ വരും. അതെന്താണെന്ന് എനിക്കറിയില്ല. കാരണം ആ ഒരു സിറ്റുവേഷൻ, ആ പാട്ടിൻ്റെ ഒരു ഡെപ്ത് എല്ലാം കൊണ്ടും തന്നെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഇതുപോലെ എടുത്തു പറയേണ്ട ഒരു ബെസ്റ്റ് സിനിമ എന്ന് പറയാം മയിൽപ്പീലിക്കാവാണ്. പക്ഷെ മയിൽപ്പീലിക്കാവ് വലിയ സക്സസ് ആയില്ല എന്ന് പറയുന്നില്ല. അതെന്താ മയിൽപ്പീലിക്കാവിന് സംഭവിച്ച കാരണം നല്ല സ്റ്റാർ കാസ്റ്റ് കൊണ്ടാണെങ്കിലും അത് അതിന്റെ മേക്കിംഗ് കൊണ്ടായാലും ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഹൊറർ മിസ്റ്ററി ഒക്കെ ഉള്ള സിനിമ കണ്ടിട്ട് കണ്ടവരൊക്കെ 100% ഇഷ്ടപ്പെട്ട സിനിമയാണ്, അഭിപ്രായം പറഞ്ഞ സിനിമയാണ്. പക്ഷെ അന്ന് പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓണത്തിനാണ് റിലീസ് ചെയ്തത്. അപ്പോൾ ഓണത്തിന് മയിൽപ്പീലിക്കാവ് ഇവിടെ കൊണ്ട് റിലീസ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന പടങ്ങൾ ഏതാണെന്നറിയാമോ? ഒന്ന് പഞ്ചാബി ഹൗസ്, ഒന്ന് അപ്പുറത്ത് ഹരികൃഷ്ണൻസ്. അപ്പോൾ അത് രണ്ടും നമ്മളെക്കാട്ടും മൂളി കയറി. അത് കത്തി കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതേ താഴെ ഇരുന്ന് പോയി. അങ്ങനെയാണ് ഈ പടം. എന്നിട്ട് ഞാൻ 60 ദിവസം ഓടിച്ചു. 60 ദിവസം ഓടിച്ചിട്ട് പോലും എനിക്ക് 60 ലക്ഷം നഷ്ടം വന്നു. ആ പടം 60 ലക്ഷം നഷ്ടം വന്നോ? ഞാൻ പ്രൊഡ്യൂസറുമാണ്, ഡിസ്ട്രിബ്യൂട്ടറുമാണ്. ഫുൾ റിസ്ക് എനിക്കാണ്. ഇപ്പോൾ പല സിനിമകളിലും പ്രൊഡ്യൂസർ മാത്രമായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് തിരിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഒരു മേജർ ഷെയർ റിസ്ക് എടുക്കുക. ഇത് ഞാൻ തന്നെയാണ് എല്ലാം എടുക്കുന്നത്. കാരണം ഒരാൾ തന്നെയാണ് ഇതിന് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും. പടം ഓടിയില്ലെങ്കിൽ നഷ്ടം മുഴുവൻ എനിക്ക്, പടം ഓടിയാൽ കാശ് മുഴുവൻ എനിക്ക്. പക്ഷെ അത് കിട്ടാറുമില്ല. അങ്ങനെ റിസ്ക് എടുത്ത് ചെയ്തതാണ്. അപ്പോൾ അതാണ് മയിൽപ്പീലിക്കാവിലെ ഒരു ചെറിയ അപാകത വന്നത്. സിനിമ നല്ല സിനിമയാണ്. ഇന്ന് ടി വിയിലൊക്കെ കാണുമ്പോഴേക്കും ആൾക്കാർ കണ്ടിട്ട് ഇപ്പോഴും വിളിക്കാറുണ്ട്. നല്ല സിനിമ, നല്ല പാട്ടുകൾ,
ബേണി ഇഗ്നേഷ്യസിന്റെ പാട്ടുകളായിരുന്നു, മനോഹരമായിട്ടുള്ള പാട്ട് എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു തോന്നുന്നു. ആയിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്നും റേഡിയോയിൽ പലപ്പോഴും ഈ മയിൽപ്പീലി കാവല പാട്ട് ഞാനൊന്ന് കേട്ട് ഇരുന്ന് പോകും. കാരണം വെച്ചാൽ അത്രയും നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. അതിന്റെ മേക്കിങ്ങും ഗംഭീരം എല്ലാം നന്നായിരുന്നു. അനിൽ ബാബു ആയിരുന്നു സംവിധാനം. ഓക്കെ, നൈസ്. ഇനിയിപ്പോ ഇത്രയും ആർട്ടിസ്റ്റുകളെ കൈകാര്യം ചെയ്ത ചേട്ടനാണ്. എല്ലാവരുമായിട്ടും പല ആർട്ടിസ്റ്റുകളുമായിട്ട് സൗഹൃദമുള്ള ആളാണ്. പക്ഷെ ഒരു 4-5 വർഷം ഒരുമിച്ച് നിന്ന് അഭിനയിച്ചിട്ടും ഒരാളെ ചേട്ടന് ഭയങ്കര പേടിയായിരുന്നു. പുള്ളിക്കാരത്തിന്റെ മുമ്പിൽ ഭയങ്കര കെയർഫുൾ ആയിട്ട് മാത്രമേ പോവായിരുന്നുള്ളൂ എന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. എന്താ എന്താ നിങ്ങളുടെ ഒരു കെമിസ്ട്രിക്ക് പിന്നിലുള്ള രഹസ്യം എന്താ? ആരെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ടാവുക? ഞാൻ മല്ലിക ചേച്ചിയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. മല്ലിക സുമാറിന്റെ കൂടെ 4-5 വർഷം ചേട്ടൻ സീരിയലിൽ ചെയ്തിട്ട് ചേട്ടൻ 4-5 വർഷം ചെയ്തില്ല. ഞങ്ങൾ ജസ്റ്റ് ഒരു എനിക്ക് 1.5-2 വർഷം അത്രേ ഉള്ളൂ. ഹരിചന്ദ്രൻ എന്ന് പറഞ്ഞ സീരിയല് ചേട്ടൻ പക്ഷെ ഭയങ്കര കെയർഫുൾ ആയിട്ടാ പുള്ളിക്കാരത്തിൽ. അല്ല, എന്താണെന്ന് അറിയാം, ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്ത സ്ത്രീയാണ്. എനിക്ക് അവരെ ശരിക്കുള്ള പരിചയം എന്ന് പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് അവരെ പരിചയപ്പെടുന്നത് സുകുമാരൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് 1995 ബോക്സർ എന്ന സിനിമയിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ സുകുമാരനെ അന്ന് ചെറുതായിട്ടൊരു സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു. അത് അന്നത്തെ ഒരു കാലത്ത് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ സിനിമയിലാണ് ബാധിച്ചത്. എന്നിട്ട് ഞാനതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ വലിയ അതികായകനായ മധു സാറൊക്കെ ഇടപെട്ട്, മമ്മൂട്ടി, മോഹൻലാൽ, അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഇടപെട്ടിട്ടാണ് ആ പ്രശ്നം തീർത്തത്. അപ്പോൾ തീർക്കാൻ വേണ്ടി ഈ വീട്ടിൽ ചെല്ലുമ്പോൾ അന്ന് ഈ പറയുന്ന മല്ലികാ സുകുമാരൻ എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹം, അത് മല്ലികാ സുകുമാരൻ എടുത്ത ഇനിഷ്യേറ്റീവ്. കാരണം സുകുമാരൻ ചേട്ടൻ മാത്രമായിരുന്നു ചിലപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കില്ലായിരുന്നു. പക്ഷേ ഈ ചേച്ചി നിന്നതുകൊണ്ട് അവരൊരു ചെറിയ പ്രഷറൊക്കെ ഇട്ട് അത് ദിനേശിന് വേണ്ടി ചെയ്തു കൊടു എന്നൊക്കെ പറഞ്ഞ് അത് ചെയ്തത് ഞാൻ ഇന്നും ഓർക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ബഹുമാനം വെച്ചുകൊണ്ട്, എനിക്കൊന്ന് എന്നെക്കാളൊക്കെ 2-3 വയസ്സ് മൂത്താണ് അവർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പ്രായത്തിനുള്ള ചേച്ചി എന്നുള്ള സ്ഥാനവും പിന്നെ അവരുടെ കഴിവ് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ആ ഒരു ലേഡി എന്ന് പറയുന്നത് ശരിക്കും ഒരു സൂപ്പർ ലേഡി എന്നൊക്കെ പറയാം. അവർ അത്രയ്ക്ക് കഴിവുള്ള സ്ത്രീയാണ്. പിന്നെ 2 സൂപ്പർ സ്റ്റാർസിൻ്റെ അമ്മയാണ് രണ്ടുപേരും. അപ്പോൾ ഇന്ദ്രജിത്ത് അത്രയും ഒരു താരമായില്ലെങ്കിൽ പോലും ഇന്ദ്രജിത്ത് നല്ലൊരു നടനാണ്. എനിക്ക് ഭയങ്കര, മാത്രമല്ല ഇന്ദ്രയും അമ്മയുടെ മീറ്റിങ്ങിനുണ്ടായിരുന്നു. അന്ന് കണ്ട നമ്മൾ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയും നമ്മൾ ആ കാണിക്കുന്ന അടുപ്പവും, പൃഥ്വിരാജ് അത്രയൊന്നും ഈ ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ പോലും ഒരു അസാധ്യ നടനാണ്. നമ്മൾ എല്ലാ രീതിയിലും അയാളുടെ കഴിവിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഈ 2 അതുല്യ നടന്മാരുടെ അമ്മയാണ്. അപ്പോൾ അങ്ങനെ അവരവരുടെ രീതിയിൽ വേറൊരു താരമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ ഇതിനെ ആ സ്ത്രീയോട് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ലൊക്കേഷനിലുണ്ടായിരുന്നത്. അവരുടെ ഭർത്താവാണ് ഇവർ. അതൊക്കെ ഷൂട്ടിംഗ് സമയത്ത് അങ്ങനെയൊക്കെ പറയും. അത് പക്ഷെ അത് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് സ്നേഹവും റെസ്പെക്റ്റും ഒന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ സിനിമ വിട്ട് സീരിയലിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ആക്ടേഴ്സിന്റെ പകരക്കാരനായിട്ട് സാറ് പല സീരിയലുകളിലും വന്നിട്ടുണ്ട്. സാറിൻ്റെ സീരിയലിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട നായിക പിന്മാറി പോയ സമയത്ത് ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ അത് ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കര അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നില്ലേ ഈ സീരിയൽ ഇൻഡസ്ട്രിയിൽ? അതിനപ്പം എന്താ ചിന്തിച്ചിട്ടുള്ളത്? അല്ല, അത് സീരിയലിൽ പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഒരു സാധനമാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല, പണ്ട് ഞാൻ കേട്ടിട്ടുള്ളൂ, അന്നൊന്നും ഞാൻ സീരിയൽ കാണാറില്ല. സ്ത്രീ എന്ന് പറഞ്ഞൊരു സീരിയലുണ്ടായിരുന്നു പണ്ട്, സിദ്ദിഖൊക്കെ ഉള്ള. സിദ്ദിഖൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് എൻ്റെ ഓർമ്മ ശരിയാണ് 3-4 നായികമാർ മാറി. 3-4 നായികമാർ മാറി. ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീ തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. പഴയ സീരിയലാണ്. എനിക്കൊന്ന് 10-25 വർഷം മുമ്പ് ഞാൻ ഒരു തവണ സ്ത്രീ കണ്ടപ്പോൾ അതിൽ വിനയപ്രസാദായിരുന്നു. അത് തന്നെ ആ സീരിയൽ. ആദ്യം എനിക്ക് ഇടയ്ക്ക് അങ്ങോട്ട് ചിപ്പിയെ കുറച്ച് ആളുണ്ടായിരുന്നു, വേറെ ആരും ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഒരു വേഗ ഓർമ്മ, കാരണം ഞാനന്ന് സീരിയൽ കാണുന്ന ആളല്ല. അന്ന് ഞാൻ വലിയ സിനിമക്കാരുടെ അടുത്ത് നിൽക്കുന്ന സമയമാണ്. അവിടെ സീരിയലൊന്നും കാണാറില്ലായിരുന്നു. പിന്നീട് എൻ്റെ ഒരു സീരിയലിനോടുള്ള ഒരു താല്പര്യവും അടുപ്പവും വന്നു തുടങ്ങിയത് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോഴാണ് സത്യം പറഞ്ഞ സീരിയൽ കാണുന്നത്. അപ്പം അതിന് മുമ്പുള്ള ഒരു കേട്ടുപല്ലവിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം അതിനകത്ത് തന്നെ 3 നായികമാർ മാറി. 3 നായികമാർ മാറിയിട്ട് പോലും അത് മെയിൻ ക്യാരക്ടേഴ്സാണ്. അത് മാറിയിട്ട് പോലും സീരിയലിനെ ബാധിച്ചില്ല. സീരിയൽ കണ്ടിന്യൂ ചെയ്ത് പോയി. എത്രയോ വർഷങ്ങളിരിക്കുന്ന 4-5 വർഷത്തോളം ആ സീരിയൽ പോയി. അപ്പം എന്ന് പറയുന്ന പോലെ ഒരു കഥാപാത്രം ആൾക്കാരുടെ മനസ്സിൽ കയറിയാൽ അതിന് വലിയതായിട്ട് ബാധിക്കില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ പാടാത്ത പൈങ്കിളിൽ തന്നെ ആദ്യം സൂരജ് സൺ എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു. അവൻ്റെ ആദ്യത്തെ സിനിമയാണ്, സീരിയലാണ്. അവൻ വന്ന് അഭിനയിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവന് ചില പ്രശ്നങ്ങളവിടെ ലൊക്കേഷനിലുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാകാം, അല്ലെങ്കിൽ ഹെൽത്ത് പരമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. എന്താണെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ അവന് ആദ്യം ഇത് ഒഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് പോയി. പിന്നെ 2 നായകന്മാർ മാറി മാറി പിന്നെ 2 പേര് വന്നു. സീരിയലിനെ ബാധിച്ചില്ലല്ലോ. 3 വർഷം മനോഹരമായിട്ട് ആ സീരിയൽ പോയി. അപ്പം അത് ഈ സീരിയലിലേക്ക് ഒരു തലയിലെടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. പക്ഷേ അത് നമ്മളൊരു നടൻ എന്ന നിലയ്ക്ക് അത് ഹൃദയത്തിൽ എടുക്കേണ്ട കാര്യമില്ല. കാരണം അതിനകത്ത് ആൾക്കാർ വരും പോവും, ചിലപ്പോൾ മരിച്ചു പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ എന്തെങ്കിലും പേഴ്സണൽ റീസൺ കൊണ്ട് വരാതിരിക്കാം, പലതും സംഭവിക്കാം.
സിനിമ പോലെയല്ല. സിനിമ എന്ന് പറഞ്ഞാൽ 10 ദിവസം 20 ദിവസം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് സിനിമ തീരും. ഇത് വർഷങ്ങൾ പോവല്ലേ. കാരണം മനുഷ്യരല്ലേ, ചിലപ്പോൾ ഒരു ഇഷ്ടക്കേട് വരാം, പ്രശ്നങ്ങൾ വരാം. ഈ സീരിയൽ മേഖലയിൽ സാറിന് ഇഷ്ടമില്ലാത്ത, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഏതെങ്കിലും ട്രെൻഡോ കൾച്ചറോ? ഇല്ല, ഞാൻ അങ്ങനെ ആക്ച്വലി പലരെയും നമുക്ക് പേഴ്സണലി താല്പര്യം കാണില്ല. എൻ്റെ കൂടെ തന്നെ വന്ന് അഭിനയിച്ചാൽ പോലും ഒരിക്കലും ആസ് എ പ്രൊഫഷണൽ പേഴ്സൺ നമ്മളത് കാണിക്കാൻ പാടില്ല. നമ്മളവിടെ ഒരു നടനാണ്. ഞാനവിടെ ദേഷ്യമോ ഞാനവിടെ ഒരു വിഷമോ കാണിച്ചാൽ അത് ബാധിക്കുന്നത് സ്ക്രീനാണ്, സീരിയലാണ്, പ്രൊഡ്യൂസറിനെയാണ്, ഡയറക്ടറിനെയാണ്, മറ്റേ ആർട്ടിസ്റ്റിനെയാണ്. നമ്മളത് കാണിക്കാൻ പാടില്ല. അത് പിന്നീട് നമുക്ക് വേറെ സംസാരിക്കണമെങ്കിൽ വേറെ പേഴ്സണലായിട്ട് സംസാരിക്കാം. പക്ഷെ ഒരിക്കലും ആ ഒരു സെറ്റ് ബാധിക്കുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇപ്പം ഞാൻ ഞങ്ങളുടെ ആത്മയിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റഡി ക്ലാസ് എടുക്കാറുണ്ട്. ചിലപ്പോൾ പ്രൊഡ്യൂസറുടെ കയ്യിൽ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ പണം 15-ാം തീയതി പറഞ്ഞു, 17ആയി, 18ആയി, 25ആയി, പൈസ തരുന്നില്ല. അപ്പോഴേക്കും ആശൻ ആർട്ടിസ്റ്റ് എല്ലാവരും റിയാക്ട് ചെയ്യും. ഞാൻ വരൂല, ഞാൻ അഭിനയിക്കുന്നില്ല ഇതിനകത്ത് എന്നൊക്കെ പറഞ്ഞ് റിയാക്ട് ചെയ്ത് തുടങ്ങും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറയാം, പ്രഷർ ഇടാം, പക്ഷേ ഒരു കാരണവശാലും 25-ാം തീയതി സീരിയൽ ഷൂട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അയാൾ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 28-ാം തീയതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലണം, വർക്ക് ചെയ്യണം, ഡ്യൂട്ടി ഫസ്റ്റ്. അല്ലാതെ ഞാൻ വരുന്നില്ല, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ 25-ാം തീയതി പ്ലാൻ ചെയ്തിരിക്കുന്ന പ്രൊഡ്യൂസർക്ക് വരുന്ന നഷ്ടം എത്രയായിട്ട് ഞാൻ ആലോചിക്കും. സിനിമ പോലെയല്ല സീരിയൽ. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പോകേണ്ടത്, എപ്പിസോഡ് കറക്റ്റായിട്ട് മിസ്സായി പോകും. അത് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വരുന്ന ചീത്തപ്പേര് എന്തായിരിക്കും. അതുകൊണ്ട് നമുക്ക് മാക്സിമം ഈ വളയ്ക്കാം, ഒരിക്കലും ഓടിക്കാൻ നോക്കരുത്. ഓക്കെ. ഞാൻ ചോദിച്ചത് എന്താ അറിയോ സാർ, ഇപ്പോൾ പല സീരിയലുകളിലും ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഏതെങ്കിലും ആർട്ടിസ്റ്റ് ആയിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, വാക്ക് തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ കഥാപാത്രത്തിനെ കൊന്നുകളയാ, അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ വിദേശത്തേക്ക് അയക്കുക തുടങ്ങിയ ഇതാണല്ലോ സാധാരണ സംഭവിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നായികക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നായികക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വേറെ നായകനെ കൊണ്ടുവരിക. ഇത്തരം ട്രെൻഡുകൾ ഇപ്പോൾ സീരിയലുകളിൽ ഭയങ്കര പതിവായിട്ട് മാറിയിട്ടുണ്ടല്ലോ. അത് വരാറുണ്ട്. കാരണം എന്താ പറയുമ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ ഒരു വിധത്തിലും വഴങ്ങുന്നില്ല, ഞാൻ നാളെ വരുന്നില്ല എന്ന് തീരുമാനിച്ചു. അവിടെ നാളെ ഷൂട്ട് ചെയ്യണം. അവർക്ക് എന്ത് ചെയ്യും? കാരണം ഇയാൾ വഴങ്ങുന്നില്ല, ആത്മാ ഇടപെട്ടിട്ടും വഴങ്ങുന്നില്ല. ദിനേശ് പണിക്കരെന്നല്ല, പോലീസല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഇറങ്ങില്ല, എനിക്ക് എൻ്റെ കാശ് വരണം, പ്രൊഡ്യൂസറുടെ കയ്യിൽ കാശില്ല. ഈ ഒരവസ്ഥയിൽ മനസ്സിലാക്കാനുള്ള ഒരു വിവേകം ആ സമയത്ത് ആർട്ടിസ്റ്റിന് ഇല്ലെങ്കിൽ ചിലപ്പോൾ പ്രൊഡ്യൂസർ തീരുമാനം എടുക്കേണ്ടി വരും. അവർ ചാനലുമായിട്ട് ഡിസ്കസ് ചെയ്യും. ചാനൽ പറയും, ഒരു പണി ട്രാക്ക് അങ്ങ് മാറ്റിയേക്ക്, അവനങ്ങ് തട്ടിയേക്ക്, ഒരു മാലയും കിട്ടേക്ക്, അവനെ കൊന്നേക്കാൻ പറയും. അപ്പം ആർക്കും നഷ്ടം? നഷ്ടം ഇവന് തന്നെയാണ്. എന്നാൽ ഒരു ദിവസം 2 ദിവസം നമ്മളൊരു വിട്ടുവീഴ്ച മനോഭാവം അതില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ലൊക്കേഷനിൽ ഡേറ്റ് തരാതിരിക്കുക. ഈ എല്ലാം സാമ്പത്തികം മാത്രമല്ല വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പം ഒരു സിനിമയ്ക്ക് പോയി, എനിക്കതാണ് ബെനിഫിറ്റ് എന്ന് തോന്നുന്ന സിനിമയ്ക്ക് പോയി, ഇവിടുത്തെ ഡേറ്റ് ആക്ച്വലി കൊടുത്തിരിക്കുന്ന സീരിയലിനാണ്. ആ സീരിയലിന് ചെല്ലുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അതെ അതെ അതെ. അപ്പോൾ അവർക്ക് ഈ കൊല്ലുന്നല്ലേ, വേറൊരു മാർഗവും ഇല്ല. അതെ അതെ. കൊല്ലം തുളസി കേൾക്കണ്ട, ഞാനൊരു തമാശ പറയാം. കൊല്ലം തുളസി ചേട്ടനെ പറ്റി ഇതേമാതിരി ഒരു ജോക്ക് ഉണ്ടായിരുന്നു. കൊല്ലം തുളസി ചേട്ടൻ പറയാനുള്ള മുഖത്ത് നോക്കി പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ആരെയും പേടിയൊന്നുമില്ല, അറിയാലോ, പുള്ളിയുടെ നേച്ചർ അങ്ങനെയാണ്. എന്നാൽ ശുദ്ധനാണ്, പാവമാണ്. നമ്മൾ ആ മനുഷ്യനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി ഇതുവരെ ഏതോ ഒരു സീരിയലിലും കണ്ട് ഇതുവരെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് വിചാരിക്കുന്ന രീതിയിലുള്ളൊരു ഇത് കിട്ടിയില്ല, ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല, എന്തൊക്കെയോ ഡിസ്പ്ലഷർ പുള്ളിക്കുണ്ടായിരുന്നു. പുള്ളി ഇത്ര സീനിയർ അല്ല, എന്തൊക്കെ പറഞ്ഞാലും അത് എന്താണ് റീസൺ എന്ന് എനിക്കറിയില്ല. പുള്ളി പറഞ്ഞാൽ അവിടെ ബഹളം ഉണ്ടാക്കി, പുള്ളി വർക്ക് ചെറിയൊരു അസ്വാരസ്യം ഉണ്ടാക്കി. അതിൻ്റെ പേരിൽ അടുത്ത ദിവസം കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ മാലയിട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് കൊല്ലം തുളസിയെ മാലയിട്ടു എന്നുള്ള പേര് മാറ്റി, അത് കൊല്ലും തുളസി എന്നാക്കി. പുള്ളിയെ കൊല്ലും തുളസിയെ എന്നാക്കി. അപ്പൊ അന്ന് ഒരു തമാശക്ക് പറഞ്ഞ കാര്യമാണത്. എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ അങ്ങനെ നടക്കാറുണ്ട്. നൈസായിട്ട് കൊന്നളയും. അങ്ങനെ ഇതിപ്പോ കുറെ നാളിന് ശേഷം പിന്നെ ദിനേശ് പണിക്കർ എന്ന് പറയുന്ന ഒരു പേര് ഓൺലൈൻ മാധ്യമങ്ങളിൽ മുഴങ്ങി കേൾക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ? ഒരു പ്രമുഖ നടനെ ഈ പറയുന്ന പോലെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വ്ളോഗേഴ്സ്, ഈ റിയാക്ട് ചെയ്യുന്ന ആളുകൾ ഈ പറഞ്ഞ പല കഥകളായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അതായത് അന്ന് ദിനേശ് പണിക്കർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അതേ ജയിലിൽ തന്നെയാണ് ഇതേ നടന പിന്നീട് വന്നത്, ഇത് വിധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. സാർ ഇതിനെ എങ്ങനെ നോക്കി കാണുന്നത്? ഞാനിപ്പോൾ അതിന് തമാശയായിട്ടേ കാണുന്നത്. കാരണം എന്നറിയാമോ, അന്നത്തെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ആ വാക്ക് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്നു, മിസ്അണ്ടർസ്റ്റാൻഡിങ്. 2 വ്യക്തികളാണ്. ഈ പറയുന്ന നടനും ഞാനും വ്യക്തികളാണ്.
അല്ലെ എവിടേക്കോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, പുള്ളി ഒന്നല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ ഞാൻ എടുത്ത സിനിമ എത്ര ഓടി എന്നുള്ളത് പുള്ളി മനസ്സിലാക്കിയില്ല. അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പുള്ളി ഒരിക്കലും അങ്ങനെ അന്നൊരു തീരുമാനം എടുക്കില്ലായിരുന്നു. പക്ഷേ ആ തീരുമാനം എടുത്തതിന് ശേഷം ഞങ്ങൾ പറഞ്ഞ പോലെ അന്ന് ചെറിയ ഇഷ്യൂ വന്നു, പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് സോൾവ് ആയി. എനിക്ക് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേ ഞങ്ങളുടെ ഇഷ്യൂസൊക്കെ സോൾവ് ആയി. എല്ലാ അസോസിയേഷൻസും കൂടെ ഇടപെട്ടിട്ട് ഞാൻ എൻ്റെ ഒരു യൂട്യൂബിനകത്ത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നസെൻ്റ് ചേട്ടൻ പിന്നെ ഞങ്ങളുടെ അസോസിയേഷൻസ് എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഇന്നസെൻ്റ് ചേട്ടൻ വളരെ ലാഘവത്തോടെ, ഈ പറഞ്ഞാൽ നിനക്ക് കാശിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, നീ ദിനേശ് പണിക്കരെ ഇതങ്ങ് വിട്ടേക്ക്, പുള്ളിക്ക് കുറച്ച് കാശിന് ബുദ്ധിമുട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നത് 2000-ലാണ് ഇത് കേസ് ഫയൽ ചെയ്യുന്നത്, 2002-ലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു കേസ് ഇമ്മീഡിയറ്റ്ലി സോൾവായി. അത് അലിഞ്ഞ് പോയതോടെ തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എല്ലാത്തിനും എന്നെ വിളിക്കാറുണ്ടെന്നുള്ളതാണ് രസം. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫങ്ഷൻസിന് അദ്ദേഹത്തിൻ്റെ ഒരു തിയേറ്ററുണ്ട്, അറിയാലോ, അങ്കമാലിയിൽ. ആ തിയേറ്ററിൻ്റെ ഇനോഗ്രേഷന് ദിനേശ് ചേട്ടാ എവിടെയുണ്ട്, ദിനേശ് ചേട്ടൻ വരണം. പിന്നെ ഞങ്ങളുടെ തന്നെ പല ഫങ്ഷൻസിനും ഈ പറയുന്ന പേരെടുത്ത് പറയല്ലോ, ദിലീപ് തന്നെ വരികയും ദിലീപ് വന്ന് ഇനോഗ്രേഷൻ ചെയ്യും. നമ്മളോട് അത്ര സ്നേഹം കാണിക്കുന്നത്. പക്ഷേ ആ ഒരു നിമിഷത്തിൽ തോന്നിയ ആ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇത്ര കത്തിജ്വലിച്ച് ഇങ്ങനത്തെ ഒരു അവസ്ഥ എത്തിയത്. പക്ഷെ അതിനകത്ത് ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം ഇതൊക്കെ ഒരു ഇപ്പോൾ തമാശയായിട്ടേ കാണുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ യൂട്യൂബിൽ എല്ലാവരും കൂടി ആഘോഷിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ആഘോഷം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ജയിലിൽ പോയ ഉടനെ തന്നെ ഒരു ആഘോഷമാക്കി എടുത്തു. എന്നെ വിളിച്ച് ഈ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നിനും റിയാക്ട് ചെയ്യാൻ പോയില്ല. കാരണം ഞാൻ അന്ന് ആ സമയത്ത് പുള്ളിയെ സുഹൃത്തായിട്ടാണ് കാണുന്നത്. എന്നോട് അങ്ങനെ ഒരു ജീവിതകാലം മുഴുവൻ വൈരാഗ്യമൊന്നും പുള്ളി വെച്ചിട്ടില്ല. ആ ഒരു നിമിഷത്തിൽ അവർ കുറച്ച് സമയത്ത് വന്നു, ഞങ്ങൾ പറഞ്ഞു തീർത്തു, പ്രശ്നം തീർന്നു. അതിനുശേഷം സുഹൃത്തുക്കളായിരിക്കുമ്പോൾ ഞാൻ പുള്ളിയെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പുള്ളിയെ പറ്റി പറയുമ്പോൾ ഒക്കെ ഞാൻ എതിരുന്നു. പക്ഷേ ചിലർ കയറി ടി വിയിൽ കയറി ആഘോഷിച്ച് എങ്ങനെയാണെന്നറിയാമോ, ദിനേശ് പണിക്കർ കിടന്ന അതേ സെല്ലിനകത്ത് അതേ യൂണിഫോം ഇട്ട് അതേ നമ്പർ ഇട്ടിട്ട് സത്യാവസ്ഥ എന്ന് അറിയാമോ, ഞാൻ ജയിലിൽ കിടന്നിട്ടില്ല. അതാണ് രസം. കാരണം ഞാനന്ന് അവിടെ ചെല്ലുകയും എനിക്ക് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും ഒട്ടും വയ്യാതായി കഴിഞ്ഞപ്പോഴേക്കും മജിസ്ട്രേറ്റ് അപ്പം തന്നെ പറഞ്ഞപ്പോൾ ഇയാൾക്ക് വയ്യ, ഇയാളെ അന്ന് ഒരു വെള്ളിയാഴ്ച രാത്രിയാണ്, ശനിയാഴ്ച വെളുപ്പിന്, അല്ലെങ്കിൽ 2 ദിവസം ഞാൻ ജയിലിൽ കിടക്കണം. അപ്പോൾ മജിസ്ട്രേറ്റ് എഴുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ നേരെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യണം. ഞാൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പോയി 2 ദിവസം കിടന്നു. തിങ്കളാഴ്ച രാവിലെ ആയപ്പോൾ എനിക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു. അപ്പോൾ ഈ 2 ദിവസം കിടന്നത് നല്ല ആശുപത്രിയിൽ നല്ല രീതിയിലുള്ള ബെഡിൽ ആണ് ഞാൻ സുഖമായിട്ട് കിടന്നത്. അല്ലാതെ ഒരു ജയിലിലും ഞാൻ കിടന്നിട്ടില്ല, ഒരു യൂണിഫോമും ഞാൻ ഇട്ടിട്ടില്ല, ഒരു നമ്പറും എനിക്ക് ദൈവം സഹായിച്ച്. നമ്പർ ചിലപ്പോൾ അലോട്ട് ചെയ്യുമല്ലോ അവർ, അതൊക്കെ ബുക്കിൽ എഴുതി കാണും. എന്നല്ലാതെ എനിക്കൊരു കിട്ടേണ്ട ഒരു ഗതികേട് വന്നില്ല എന്നുള്ളത് ദൈവം കൊടുക്കുന്നു. പക്ഷെ ഇപ്പോഴും യൂട്യൂബിൽ കുറേ വ്യൂസ് പോയ ഒരു കണ്ടന്റ് ആയിട്ട് അത് ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. അതായത് നിങ്ങൾ രണ്ടുപേരും കിടന്ന സെയിം സെല്ല് സെയിം ഞാൻ പറഞ്ഞത്. ഇത് ആഘോഷിക്കുക എന്ന് പറയുന്നത് ഇതിനൊക്കെ ഒരു കഥകൾക്ക് ഈ പൊങ്ങലും അതൊടുക്കും ഒക്കെ കൊടുത്താൽ മാത്രമല്ലേ അത് രസമുള്ളൂ. അപ്പോൾ അതൊന്നും അങ്ങനെ പലരും പറഞ്ഞു. പക്ഷേ ഇതാണ് സത്യാവസ്ഥ. ഞാൻ ജയിലിൽ പോയിട്ടില്ല, ജയിലിൽ കിടന്നിട്ടില്ല, ദൈവം സഹായിച്ച് ഇതുവരെ കിടക്കേണ്ട ഗതികേട് വന്നിട്ടുമില്ല. അങ്ങനെ അപ്പോൾ സാറ് എൻ്റെ മുമ്പിലിരുന്നെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തരുന്ന ഒരു ബഹുമാനം ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ സാറ് എന്താണ് ഒരു നടൻ്റെ ആതിഥ്യ മര്യാദയെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഭയങ്കര വാചാലനായിട്ടുണ്ട് പല സമയത്തും. ഞാൻ പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപിയെ പറ്റിയാണ്. സുരേഷ് ഗോപിയെ പറ്റി ഞാൻ ഇപ്പൊ പറയുന്ന സമയത്ത് അതായത് പുള്ളിക്കാരൻ്റെ ഏതൊക്കെ ക്വാളിറ്റീസാ ചേട്ടൻ അഡ്മയർ ചെയ്യുന്ന ഈ പറഞ്ഞ ആതിഥ്യ മര്യാദയെ പോലെ തന്നെ? അല്ല, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു പച്ചയായ മനുഷ്യനാണ്. ഭയങ്കരമായിട്ട് ചൂടാവും, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ചിലപ്പോൾ പൊട്ടത്തിലൊക്കെ പറയും, മണ്ടത്തിനും പറയും. ഇതൊക്കെ സുരേഷ് ഗോപിയുടെ ഒരു ക്വാളിറ്റീസാണ്. പക്ഷേ ആ മനുഷ്യൻ ഒരു മനുഷ്യനാണ്. കാരണം നമ്മുടെ ഒരു ആവശ്യമായിട്ട് ചെന്നാൽ നമ്മുടെ ഒരു കാര്യം അവതരിപ്പിച്ച് എനിക്ക് വേണ്ടി ആയിരിക്കണമെന്നില്ല. ഈ അടുത്ത കാലത്ത് തന്നെ ഞാൻ ഒരു സംഭവം പറയാം. എൻ്റെ ത്രൂ അല്ല, അവിടെ തിരുവനന്തപുരത്തുള്ള ഒരു നടി, പഴയ നടിയാണ്. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും അവർക്ക് അഭിനയിക്കാൻ അധികം പറ്റുന്നില്ല. അവർക്ക് ആസ്മയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അറിഞ്ഞില്ല, എനിക്കും അറിയാം ഈ നടിയെ. ഞാൻ ചിരിക്കുടുക്കാൻ സിനിമ എടുത്തപ്പോൾ അതിനകത്ത് അഭിനയിച്ച ഒരു നടിയാണ്. അപ്പോൾ ഇവർ സുരേഷ് ഗോപിയുടെ ഓഫീസിലെങ്ങനെ ബന്ധപ്പെടുകയും ഇവരുടെ സാമ്പത്തിക അവസ്ഥ മോശമാണ്, ഈ പറയുന്ന ആസ്മയുടെ റൂട്ട് എന്താണെന്ന് ഇവർക്കറിയില്ല, ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാനായിട്ട് അവരിൽ പണമില്ല. ഇവർ സുരേഷ് ഗോപിയുടെ PA ആരോ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. സുരേഷ് ഗോപി ഇത് കേട്ട ഉടനെ തന്നെ അവരെ വിളിച്ച് സംസാരിച്ചിട്ട് അവരെ ഈ ബ്രീത്തിങ്ങിൻ്റെ ഡിഫിക്കൽറ്റി കോടിക്കൂടെ മനസ്സിലായി. നെക്സ്റ്റ് ഡേ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ചെയ്തിട്ട് അവരെ കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്ത് എനിക്ക് 1 ലക്ഷം രൂപയോളം ഇപ്പം തന്നെ ചിലവാക്കി കഴിഞ്ഞു. അത് ചെയ്തതെന്ന് അറിയാമോ? ആ
അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഈ കാര്യം അപ്പോഴാണ് അവർ എവിടെയോ സൂചിപ്പിച്ചു. ഈ സ്ത്രീ വോയിസ് ഇട്ടപ്പോൾ പറഞ്ഞു, ഞാൻ ഏറ്റവും നന്ദി പറയേണ്ടത് ഈ പറഞ്ഞ ദിനേശ് പണിക്കർ സാറിനോടും ഈ പറയുന്ന സുരേഷ് ഗോപി സാർ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേര് എന്തിനാണ് പറഞ്ഞത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ സുരേഷ് ഗോപിയുടെ അടുപ്പമുണ്ട് എന്ന് അറിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ സുരേഷ് ഗോപിയുടെ നമ്പർ കിട്ടാനായിട്ട് ഞാൻ എന്തെങ്കിലും സഹായിച്ചോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അവർ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടോ, ഞാൻ കൊടുത്തിട്ടുണ്ടോ, എനിക്ക് ഓർമ്മയില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഇവർ എൻ്റെ പേരും കൂടെ പറഞ്ഞ് സുരേഷ് എന്നെ വിളിച്ചു. ദിനേശിനറിയാമോ ഈ സ്ത്രീയെ? ഞാൻ പറഞ്ഞു അറിയാം, ഒരു പാവം നല്ല സ്ത്രീയാണ്. അപ്പോഴാണ് സുരേഷ് പറയുന്നത് ഞാൻ അവർക്ക് വേണ്ടി ഇത്രയും ചെയ്തു കൊടുത്തു. പുറത്ത് സുരേഷ് ഇങ്ങനെ പറയാറേയില്ല. ഇപ്പോഴും തന്നെ ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞാൽ ചിലപ്പോൾ ചൂടാവും എൻ്റെ അടുത്ത്. പക്ഷേ അങ്ങനെ നന്മയുള്ളൊരു മനുഷ്യനാണ്. പിന്നെ ഈ ആദ്യത്തെ മര്യാദയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ വീട്ടിൽ നമ്മൾ ചെന്ന് ഇരിക്കേണ്ട താമസം പുള്ളിയെ രാധിക ഊണ് ഒരാൾക്ക് എടുത്തു വെച്ചേക്ക്. എവിടെ ഞാൻ ഊണ് കഴിക്കുന്നുണ്ടോ ഇല്ലയോ ചോദ്യമൊന്നുമില്ല, എടുത്ത് വെച്ചേക്കെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ ചെല്ലേണ്ട താമസം നമുക്ക് ടേസ്റ്റ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജ്യൂസോ ഫുഡോ ഈറ്റബിൾസോ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുതരും. അത് എന്നോടൊന്നല്ല, എല്ലാവരും. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് സുരേഷ് ഗോപി യൂണിറ്റിൽ ആരെങ്കിലും ഇപ്പൊ ചിലപ്പോൾ ലൈറ്റ് ബോയ് വന്ന് ഇപ്പൊ കല്യാണം വിളിച്ചാലും പുള്ളിക്കാരന് ഒരു കുഴപ്പമില്ല, പുള്ളിക്കാരൻ ചെല്ലും. ഫ്രീ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ കല്യാണത്തിനെ കയറി പോകുന്നൊക്കെ. തീർച്ചയായിട്ടും എൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതേ പ്രിൻസിപ്പിളാണ്. അതായത് നമുക്കിപ്പോൾ ഒരു വലിയ സ്റ്റാർ നമ്മളെ വിളിച്ചു, സ്റ്റാർ വിളിച്ചിട്ട് എൻ്റെ മകൻ്റെ കല്യാണമാണ്, അത് ചിലപ്പോൾ വിളിച്ചിരിക്കുന്നത് പ്രോപ്പർ വിളിയായിരിക്കണം എന്നില്ല, ചിലപ്പോൾ ഒരു കാർഡ് അയച്ചതായിരിക്കും, അത്രയോ വിളിയെ വന്ന് കാണുള്ളൂ. അതിനേക്കാട്ടിലും നല്ലത് ഞാൻ പറയുന്നത് അറിയാമോ, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു യൂണിറ്റ് ബോയുടെ ഒരാളുടെ മകളുടെ കല്യാണം അവർ സ്നേഹത്തിൽ സഹകരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ കിട്ടുന്ന ആ ഒരു സന്തോഷം മറ്റേ വലിയ കല്യാണത്തിന് പോകുമ്പോൾ കിട്ടില്ല. ചിലപ്പോൾ മറ്റിടത്ത് പോകുമ്പോൾ നമുക്കൊരു പോപ്പുലാരിറ്റി കൂടുതൽ, യൂട്യൂബ് ഒക്കെ ഒന്ന് കവർ ചെയ്തൊക്കെ നമുക്ക് പോപ്പുലാരിറ്റി കിട്ടാം. പക്ഷെ അതിലല്ല മനസ്സുഖം കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു അവിടെ പോകുമ്പോഴാണ്. കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ VIP ആയിട്ട് ട്രീറ്റ്മെൻ്റ് എല്ലാം പറയുന്നത്, അവിടെ ചെല്ലുമ്പോൾ അവരുടെ ജെന്യുവിനിറ്റി കൂടുതലാണ്. ഓക്കെ, അങ്ങനെ ഈ സാറിനെ ചെറിയൊരു റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് കൊണ്ടോട്ടെ. ഞാൻ ആ കാര്യത്തിൽ വളരെ മോശമാണ്, ബുദ്ധിയെ കുറച്ച് കുറവുള്ള മനുഷ്യനാണെന്ന് കൂട്ടിക്കോ. ഇല്ല അങ്ങനെയില്ല. അതായത് സാറിന്റെ സിനിമകളെ സംബന്ധിച്ച് മാത്രം നമ്മൾ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഓക്കെ, ചോദിക്കട്ടെ? ചോദിച്ചോളൂ. പക്ഷെ ആലോചിക്കരുത്, പെട്ടെന്ന് മറുപടി പറയണം. കരിയറിൽ ഏറ്റവും ലാഭം നേടിത്തന്ന സിനിമ അതേതാ? കിരീടമാണോ? ആണ്. പ്രണയവർണ്ണങ്ങളല്ലേ? അപ്പോൾ അല്ല കിരീടം തന്നെയാണ്. ആണല്ലേ? 24 ലക്ഷമാണ് മുതൽ മുടക്കെങ്കിൽ ഒരു 28 ലക്ഷം. അന്നത്തെ കാലത്ത് പിന്നെ ഞങ്ങൾ മറ്റേ 5 ലക്ഷം രൂപ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ റൈറ്റ്സ് തമിഴും തെലുങ്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. 5 സിനിമയിൽ അല്ലേ, 5 ഭാഷകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അതിന്റെ പൈസ ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ ഇത് 7 ആർട്സിന് നേരത്തെ കൊടുത്തു. 7 ആർട്സിന് ഡിസ്ട്രിബ്യൂഷൻ ഔട്ട് റൈറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഈ സ്റ്റോറി റൈറ്റ്സ് എന്ന് പറയും, സ്റ്റോറി റൈറ്റ്സ് ഞങ്ങൾ കൊടുത്തതിനാണ് 5 ലക്ഷം വേറെ കിട്ടി. ഓക്കെ. ഇനി ഏറ്റവും നഷ്ടം സംഭവിച്ച സിനിമ ഏതാ അപ്പോൾ? അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് സ്റ്റാലിൻ ശിവദാസ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ വലിയ സ്റ്റാർ കാസ്റ്റ് ഒക്കെ ആയിരുന്നത്. പക്ഷെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഒക്കെ കിട്ടണമായിരിക്കും. ഇല്ല എന്നാ പോലും തലൂത്ത്. കാരണം പടത്തിന് കളക്ഷൻ വന്നില്ല അന്നത്തെ കാലത്ത്. ഈ സാറ്റലൈറ്റ് ഒക്കെ വളരെ തുച്ഛ എമൗണ്ടേ ഉള്ളൂ. ഞാനീ പറയുന്ന 99-ലെ കഥയാണ്. 99-ലൊന്നും സാറ്റലൈറ്റ് ഇത്രയും സ്ട്രോങ് അല്ല. നമുക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് തിയേറ്റർ തന്നെയാണ്. A, B, C 3 കാറ്റഗറി ഉണ്ട് തിയേറ്റേഴ്സ്. അപ്പോൾ ആ എയിൽ കളക്ഷൻ വന്നു, ബിയിൽ ഒരു അതിനെക്കാട്ടിലും കുറവ് വരും, സി ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇതും കൂടെ ചേർത്തിട്ടാണ് നമുക്കൊരു എമൗണ്ട് വരുന്നത്. ഇത് എയിൽ തന്നെ പടം ഫ്ലോപ്പായി കഴിഞ്ഞാൽ ബിയും സിയും ഒക്കെ ബാധിക്കും. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ പടം ഭയങ്കരമായിട്ട് ബാധിച്ചു. അപ്പം എത്ര പൈസയോളം പോയിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്? ആ പടത്തിന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മുതലായിട്ട് തന്നെ ബിറ്റ്വീൻ 50 to 60 lakhs അതിന് പോയി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എനിക്ക് വേറെ അതിൻ്റെ പേരിലൊരു കേസും വന്നു. അതായത് ആ പടത്തിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇഷ്യൂ എനിക്ക് വന്നു. അത് അറിയാലോ, നമ്മൾ സപ്പോർട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റിസ്റ്റ് മിനിസ്ട്രിയാണ് സപ്പോർട്ട് ചെയ്തത്. പക്ഷേ അന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് കോൺഗ്രസ്സിൽ നിന്ന ഒരാൾ ഈ പറയുന്ന സെൻസർ ബോർഡിലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചില സീൻസ് ഒബ്ജക്ഷണബിളായിട്ട് തോന്നി. കാരണം കോൺഗ്രസ്സുകാരെ കുത്തുന്ന രീതിയിലുള്ള സാധനമായിരുന്നു. അപ്പോൾ അത് ഒരു കേസായി. പിന്നെ അത് അപ്പോൾ കേസായി കഴിഞ്ഞപ്പോഴേക്കും അതിന് ഫൈറ്റ് ചെയ്യാനായിട്ട് എനിക്ക് കുറേ പണവും ചിലവ് വന്നു, ബുദ്ധിമുട്ടും വന്നു, എല്ലാം കൂടെ അത് അഡീഷണൽ വന്നു. എല്ലാം കൂടെ ടോട്ടലി നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഭീകരമായിട്ടുള്ള നഷ്ടം വന്ന സിനിമ സ്റ്റാലിൻ ശിവദാസ്. ചെയ്ത സിനിമകളിൽ, പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും ചാലഞ്ചിങ് ആയി തോന്നിയ സിനിമ ഡാഷ് ആയിരുന്നു. അത് ഏത് സിനിമയായിരുന്നു? ഏറ്റവും ഭയങ്കര ചാലഞ്ചിങ്, ഭയങ്കര റിസ്ക് എടുത്ത സിനിമ? ഏറ്റവും റിസ്ക് എടുത്ത സിനിമ എന്ന് പറയുന്നത് ചിരിക്കൊടുക്ക തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ 2002-ലാണ് സിനിമ എടുക്കുന്നത്. 2000 ആയപ്പോഴേക്കും എൻ്റെ ശരിക്കും പറഞ്ഞാൽ ആഫീസ് ഇളകുക അതൊക്കെ പറഞ്ഞില്ല, അങ്ങ് പൂട്ടി നിൽക്കുന്ന സമയമാണ്. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. അപ്പോഴാണ് നോക്കിയപ്പോഴേക്കും ഇങ്ങനെ ഒരു ഓഫർ കറങ്ങി തിരിഞ്ഞു വന്നു.
TS സജിയും വിനു കിരിയത്തും കൂടെ വന്ന് പറയും നമുക്കൊരു സിനിമ എടുക്കാം, കൊച്ചു സിനിമ, പുതുമുഖങ്ങളെ വെച്ചിട്ട് 30-35 ലക്ഷം ആവുള്ളൂ, നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ പൊട്ടി നിൽക്കുന്ന സമയത്ത് വീണ്ടും കടവ് എടുത്തിട്ട് വീണ്ടും ഒരു ഈ പറഞ്ഞ അവസ്ഥയിൽ ചെന്ന് പെട്ടാലോ ഭയങ്കര റിസ്ക്കാണ്. കാരണം മറ്റത് ഞാൻ പ്രൈമിൽ നിൽക്കുകയാണ്, എൻ്റെ കയ്യിൽ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, സുരേഷ് ഗോപിയുണ്ട്. ഈ സമയം പൊട്ടിക്കഴിഞ്ഞാൽ ഇവരാരും നമ്മുടെ കൂടെ ഇല്ല. അപ്പം അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ വീണ്ടും റിസ്ക് എടുക്കുകയാണ്, അത് പുതുമുഖങ്ങളെ വെച്ചിട്ട്. അങ്ങനെ എടുത്ത പടമാണ് ചിരിക്കൊടുക്കുക. അത് ഭയങ്കര റിസ്ക്കാണ്. അത് എന്നെ സംബന്ധിച്ച് അന്ന് ഭയങ്കരമായിട്ട് നെഗറ്റീവായി പോയി. കാരണം എനിക്ക് അന്നത്തെ കാലത്ത് അറൗണ്ട് 30 lakhs 30 to 35 lakhs ആക്ച്വലി പോയി. അവർ 30 ലക്ഷം കൂട്ടിക്കും. 30 ലക്ഷം രൂപ കൈ ക്യാഷായിട്ട് തന്നെ ഇല്ലാതിരുന്ന കടം മേടിച്ച കാശ് വീണ്ടും കുഴി ചാടി എന്നുള്ളതാണ് അവസ്ഥ. 2002 അതോടെ ഞാൻ സിനിമ പോകും. ഓക്കെ, അതിലാണ് നമ്മൾ ദീപ്തി വിധുപ്രതാപ് ഒറ്റ സിനിമ ചെയ്തിട്ടുള്ളൂ. അന്ന് ദീപ്തി ആർക്കും അറിയില്ല. അതിനുശേഷമാണ് ദീപ്തി മറ്റേ വിധുവിനെ കല്യാണം കഴിക്കുന്നതും പിന്നെ അറിയപ്പെട്ടതും ഒക്കെ അതിനുശേഷമാണ്. ഓക്കെ, ഇനി ഈ ആക്ടറെ വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇതുവരെ നടക്കാത്തത്. അങ്ങനെ എന്തെങ്കിലും സ്വപ്നമുണ്ടോ, ഏതെങ്കിലും ആക്ടറിനെ വെച്ചൊരു സിനിമ? എനിക്ക് പിന്നീട് മനസ്സിൽ തോന്നിയൊരു ആശയമായിരുന്നു. കാരണം എന്നറിയാമോ, തുടക്കത്തിൽ എൻ്റെ കൂടെ സഹകരിച്ച് നല്ല രീതിയിൽ ഇന്നും ആ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിക്രം. വിക്രം എന്നോട് രജപുത്രൻ എന്ന് പറഞ്ഞ സിനിമയിലുണ്ടായിരുന്നു. എൻ്റെ കൂടെ നീ എളിയ 45-50 ദിവസത്തോളം ആ പടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സ്നേഹമുള്ളവരുന്നു. പിന്നീട് അത് കഴിയുമ്പോഴേ എവിടെ കണ്ടാലും ശരി. പിന്നെ അതിലൊരു ചെറിയ റിഗ്രറ്റ് എനിക്കുള്ളതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അവനെ കണ്ടപ്പോൾ ഞാൻ ഉദയപുരം സുൽത്താൻ്റെ പാട്ട് ഷൂട്ടിംഗ് ചെന്നൈയിൽ നടക്കുമ്പോഴാണ് ഒരു ദിവസം എന്നെ കാണാൻ വേണ്ടി അവിടെ വരുന്നു. വന്നിട്ട് എന്നോട് പറയാം, ദിനേശ് ചേട്ടാ ഞാനൊരു പടം, അന്ന് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് എനിക്ക്. അപ്പോൾ ഉദയപുരം സുൽത്താൻ ഞാൻ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത പടമാണ്. അപ്പോൾ അങ്ങനെ അതിന് ആ സമയത്ത് വന്നു, ചേട്ടാ 1 ലക്ഷം രൂപ കേരള ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക, ഒരു കൊച്ചു പടമാണ്. കാരണം വിക്രം വന്ന ആരുമല്ല, ഇത് എടുക്കണം ചേട്ടാ എടുക്കണം. ഞാൻ പറഞ്ഞു ഇത് തന്നെ, ഞാൻ കടത്തിൽ പുറത്ത് കടം നിൽക്കുകയാണ്, ഒപ്പിച്ചു കൂട്ടിയാണ് ഞാൻ ഈ ഉദയപുരം സുൽത്താൻ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നത്. അതിനിടെ 1 ലക്ഷം പോലും സ്പെയർ ചെയ്യാൻ എൻ്റെ ഇല്ല. ഞാൻ പറയും ഇട കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ അവനോട് പറയാം എൻ്റെ ഇല്ലടാ പ്ലീസ് എന്ന് പറഞ്ഞാൽ അവൻ പോയി. ആ സേതു എന്ന് പറഞ്ഞ പടമാണ് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ കരിയറിലെ ഏറ്റവും വലിയായിട്ട് അതിന് ഗുണം ചെയ്ത പടം. അതിലാണ് അവന് താരമായിട്ട് അതിലാണ് ചിയാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തത്. അങ്ങനെയാണ് ചിയാൻ വിക്രമയെ മാറിയത്. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ആ 1 ലക്ഷം രൂപ കടം പിന്നെയും കടത്തിൽ നിന്ന് കടം മേടിച്ചത് ഇറക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ പടം ഓടിയിട്ടില്ല അത്. പക്ഷേ അറ്റ്ലീസ്റ്റ് എനിക്ക് ഇവനായിട്ടുള്ള ബന്ധം കുറച്ചുകൂടെ സ്ട്രോങ് ആവുക, എന്നോടൊരു ഓബ്ലിഗേഷൻ കൂടിയാണ്. പക്ഷേ എന്നിട്ട് ഞാൻ വിചാരിച്ചു അവനെ വെച്ചൊരു സിനിമ എടുക്കണം എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെയൊക്കെ കൈവിട്ട് പോയി, കാരണം അത്രയും കോടികൾ വേണം. ഇന്ന് ഞാൻ പോയി ചോദിച്ചാൽ എനിക്ക് ഡേറ്റ് തരുമായിരിക്കും, പക്ഷെ ഞാനില്ല. ഓക്കെ, എൻ്റെ ഈ കരിയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നടൻ അല്ലെങ്കിൽ നടി ഇവരാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ കുറേ പേരോട് കടപ്പെട്ടവരാണ്. അങ്ങനെ ഒരാളെ എനിക്ക് എടുത്തു പറയാൻ പറ്റില്ല, കുറേ പേരുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു നടൻ എന്ന രീതിയിൽ എൻ്റെ കഷ്ടകാലത്ത് എനിക്ക് ഒന്നും നോക്കാതെ സഹകരിച്ച് കുറേ പേരുണ്ട്. ഞാനത് എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നന്ദിയില്ലാത്ത ലോകത്ത് നന്ദിയുള്ളവരും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ ഒന്ന് സുരേഷ് ഗോപിയുടെ പേരാണ്, ഒന്ന് ചാക്കോച്ചൻ്റെ പേരാണ്. കാരണം ചാക്കോച്ചനൊക്കെ ഈ മൽപ്പീലിക്കാവ് ഓടിയില്ല എന്നുണ്ടപ്പോൾ എനിക്ക് അടുത്തൊരു പടത്തിന് വേണ്ടി വന്നിട്ട് ഫ്രീ ആയിട്ട് അഭിനയിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത പിന്നെ പൈസയൊന്നും നോക്കാതെ വിളിച്ചാൽ ഉടനെ വരുന്ന കുറേ നടന്മാരുണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത്, ഒന്ന് ജഗതി, ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് കണക്ക് പറഞ്ഞല്ല വരുന്നത്. ജഗദീഷൊക്കെ വന്നിട്ട് ചിരിക്കൊടുക്കൽ അഭിനയിച്ചിട്ട് ജഗദീഷ് നന്നായിട്ട്, ഞാൻ പൈസ ഒന്നും ചോദിക്കില്ല ദിനേശേ, എപ്പോഴാണെന്ന് വെച്ചാൽ തന്നാൽ മതി എന്ന്. അങ്ങനെ മനസ്സുള്ള കുറേ നല്ല സുഹൃത്ത്. പിന്നെ എടുത്തു പറയാൻ പറ്റുന്ന വേറൊരു വ്യക്തി മധുപാൽ. അപ്പം അങ്ങനെ എടുത്ത് പെട്ടെന്ന് മനസ്സിൽ വരുന്നതാണ്. ഇനിയും ഉണ്ടാവും കേട്ടോ, ഞാൻ ആരെങ്കിലും മിസ് ചെയ്ത് പോകും ചിലപ്പോൾ, പെട്ടെന്ന് ചോദിക്കുന്നൊരു റാപ്പിഡ് ഫയർ അല്ലേ, അപ്പോൾ ചിലപ്പോൾ അതിനിടയ്ക്ക് വിട്ടുപോകും. പക്ഷെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഈ പേരുകൾ ഇതൊക്കെ തന്നെയാണ്. ഇവരോടൊക്കെ സ്നേഹമുണ്ട്, കടപ്പാടുമുണ്ട്. കാരണം ഇവരൊന്നും നമ്മളെ നല്ല സമയത്ത് മാത്രമല്ല മോശം സമയത്ത് കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എൻ്റെ ക്വസ്റ്റ്യൻസ് ഏതാണ്ട് കഴിഞ്ഞു. വേറൊരാൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ആ ക്വസ്റ്റ്യൻ കേട്ടിട്ട് സാർ ഉത്തരം പറഞ്ഞാൽ മതി. ചോദിക്കട്ടെ, കാണിക്കട്ടെ. ഹായ് ദിനേശ് ചേട്ടാ, നമസ്കാരം. എനിക്ക് ദിനേശ് ചേട്ടനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ദിനേശ് ചേട്ടൻ പണ്ട് ഒരു സിനിമാ നിർമ്മാതാവ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഒരുപാട് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന അനുഭവങ്ങളൊക്കെ അന്ന് ദിനേശ് ചേട്ടൻ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ദിനേശ് ചേട്ടൻ നടനായി, പ്രോഗ്രാം കോർഡിനേറ്ററായി, കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പ്രോഗ്രാം, വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് പ്രോഗ്രാമൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് യൂട്യൂബറായി,
സംഘടനാ പ്രവർത്തകനായി നിങ്ങളുടെ ജീവിതത്തിൽ പല വേഷങ്ങൾ ദിനേശേട്ടന് മാറി മാറി കെട്ടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ ഇനി വീണ്ടും ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഇനി ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹം ദിനേശേട്ടനുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്ത് കാരണത്താലാണ് എന്നൊന്നും എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞു. എന്നാൽ പോലും ഞാൻ ഇതിനകത്ത് ഒരു മറുപടി പറയാം. അതായത് സീമ ചോദിച്ചത് ഒരു നേരത്തെ അതിൻ്റെ മറുപടി നിയർലി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ പോലും ഞാൻ സൂചിപ്പിച്ച പോലെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇത് മതി സിനിമ എടുക്കണം എന്ന് പറഞ്ഞു വരും. വന്നു കഴിയുമ്പോൾ അവരെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് ലാഭമൊന്നും വേണ്ട, മുടക്കിയ കാശ് തിരിച്ച് കിട്ടിയാൽ മതി, 10 കോടി മുടക്കിയ 10 കോടി കിട്ടിയാൽ മതി. പക്ഷേ അവർ മനസ്സിലാക്കാത്ത ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഇവരെ മുടക്കിയ കാശ് തിരിച്ച് കിട്ടാനാണെങ്കിൽ എല്ലാ സിനിമയും ഇവരുടെ എല്ലാവരും സിനിമാക്കാരാവും. കാരണം വെച്ചാൽ സേഫ് കളിയാണല്ലോ, അറ്റ്ലീസ്റ്റ് നഷ്ടം വരുന്നില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം സിനിമയിൽ ഇല്ല. പക്ഷേ ഏതെങ്കിലും ഒരാൾ വരികയാണ്, വന്നിട്ട് ഇപ്പോൾ വലിയൊരു ബാനർ അല്ലെങ്കിൽ അവർ കോടികളുള്ളവർ, അവർക്ക് സിനിമ എടുത്തേ പറ്റൂ. ഞങ്ങൾക്ക് 5 പൈസ ഇതിനകത്ത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ 10 കോടി പോകണമെങ്കിൽ പോട്ടെ, പക്ഷേ ഞങ്ങൾക്ക് ഈ ഒരു പടം ദിനേശ് പണിക്കർ എക്സിക്യൂട്ട് ചെയ്ത് തരണം. കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഡെഫിനറ്റ്ലി എനിക്ക് ചെയ്യാൻ പറ്റും. മറ്റാരും ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും കുറച്ച് പടം ചെയ്യാനും എനിക്ക്, കാരണം അഭിമാനത്തോടെ പറയാം, എൻ്റെ സിനിമകളൊന്നും തന്നെ ഓവർ ബഡ്ജറ്റ് ആയിട്ടില്ല. ഞാൻ പ്ലാൻ ചെയ്ത് എത്രയാണോ ബഡ്ജറ്റിൽ നിർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അക്കാര്യത്തിലൊരു മിടുക്ക് എനിക്കുണ്ടായിരുന്നു. അപ്പം അതേപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കും വേറൊരാൾക്ക്. പക്ഷേ അതിനുള്ള റിസ്ക് അയാൾ ഫുള്ളായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാവും. അല്ലാതെ ഈ പറഞ്ഞാൽ എനിക്ക് മുടക്കിയ കാശ് തിരിച്ച് കിട്ടണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യമല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും വരികയാണ് ദിനേശ് പണിക്കരെ വിശ്വസിച്ച്, എന്നെക്കാട്ടിലും ആ ഒരു സബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ സബ്ജക്റ്റിൽ നമുക്ക് കിരീടത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എനിക്ക് പ്രണയവർണ്ണങ്ങളിൽ ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ചിരിക്കൊടുക്ക ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. പക്ഷെ അത് സാഹചര്യത്തിൻ്റെ പുറത്ത് നമ്മൾ എടുത്തു പോയതാണ് എന്ന് പറയുന്ന ഒരു ബാക്കിയെല്ലാം നമ്മൾ കോൺഫിഡൻസ്. പക്ഷെ മയിൽപ്പീലിക്കാവിന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ മയിൽപ്പീലിക്കാവിനും പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ സബ്ജക്റ്റ് അല്ല, ഇത് മാത്രമല്ല, സബ്ജക്റ്റ് ഞാൻ മനസ്സിൽ കണ്ടതിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് പോയി. അതുകൊണ്ടായിരുന്നു ഞാൻ മനസ്സിൽ കണ്ട സിനിമ വന്നിരുന്നെങ്കിൽ ആ സിനിമ ചിലപ്പോൾ ഹിറ്റ്, അതിനേക്കാളും ഹിറ്റായിരുന്നു. മറ്റേ 2 പടം ഹിറ്റായി എന്ന് പറഞ്ഞില്ലേ, അതിനേക്കാളും മോളിൽ കയറിയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരാൾ എന്തെങ്കിലും വരികയാണ്, ഈ പറഞ്ഞ പോലെ നിങ്ങൾ എടുത്തോ. നാളെ അവർക്ക് ഒരു ദോഷം വരരുത്. കാരണം അവർ പറയുക, ഈ പറഞ്ഞാൽ ഞാൻ ലാഭം നിങ്ങൾ തരില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും മറ്റേ മുടക്കുമുതലെങ്കിലും തരണ്ടേ. സിനിമ ഇൻഡസ്ട്രിയിൽ അത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. കാശ് പോയിക്കോട്ടെ, ദിനേശ് പണിക്കർ ചെയ്യേ എന്ന് പറഞ്ഞ ഒരാൾ വാ, ചീത്ത പേര് വരില്ലല്ലോ. ഇനിയിപ്പോ നിർമ്മാണം നമ്മൾ കണ്ടു, സാറിന്റെ ആസ് എ പ്രൊഡ്യൂസർ റോള് നമ്മൾ കണ്ടിട്ടുണ്ട്, അഭിനേതാവിനെ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ജനറൽ സെക്രട്ടറി എന്നുള്ള സ്ഥാനം ആത്മീയയുടെ കണ്ടിട്ടുണ്ട്. ഈ ഏതെങ്കിലും സിനിമയുടെ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് പ്രവർത്തിക്കണം എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അയ്യോ, ഇനി വല്ലതും ചോദിക്കുന്നത് സംവിധാനം ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ സംവിധാനം ചെയ്യുന്നെങ്കിൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഞാൻ സത്യം പറയാമല്ലോ, അതായത് നമ്മൾ ആസ് എൻ ആക്ടർ നിൽക്കുമ്പോൾ അതിന് ടെക്നിക്കൽ സൈഡ് നമുക്ക് വലിയ നോളജ് വരില്ല. കാരണം ടെക്നിക്കലി നമ്മൾ ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല. ഈ കാശിന് വേണ്ടി ഓടി നടക്കുമ്പോൾ ലൊക്കേഷൻ നോക്കി, പിന്നെ തിയേറ്ററിലെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുമ്പോൾ ആ സൈഡിലോട്ട് നമ്മൾ ഒട്ടും നോക്കാറില്ല. പക്ഷേ ആസ് എ നടൻ ഇപ്പോൾ ആദ്യം ഈ റൈറ്റ് ലുക്ക് ലെഫ്റ്റ് ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇതെന്തിനാണ് റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ എനിക്ക് ഒരു പിടിയില്ലായിരുന്നു. പക്ഷെ നടനായി കഴിഞ്ഞപ്പോഴേക്കും, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് എവിടെ നോക്കണം, എങ്ങനെ നോക്കണം, ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ആ ഒരു ഏരിയ മാത്രമല്ല, ചിലതിൽ നമുക്ക് സജഷൻസ് പറയാൻ നമുക്ക് സാധിക്കും. കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, ഇപ്പോൾ ഡയലോഗിലാകട്ടെ അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റിൽ ചില സാധനങ്ങൾ ഒരു പോരായ്മ തോന്നിയാൽ ഇത് ഇങ്ങനെ മാറ്റിക്കൂടെ എന്നേ ചോദിക്കുള്ളൂ, അല്ലാതെ നമ്മൾ അധികാരം പറയാൻ പാടില്ല. അപ്പം അങ്ങനെ പറയാനായിട്ടുള്ള ഒരു ധൈര്യം കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിനകത്ത് ഒരു ചെറിയ ഡയറക്ടോറിയൽ സംഭവം ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത് എന്തെങ്കിലും ഒരു കാലത്ത് കുറച്ചുകൂടെ സ്റ്റഡി ചെയ്തിട്ട് ചെയ്യണം എന്നൊരു മനസ്സിലാഗ്രഹമുണ്ട്. പക്ഷെ അതൊരു ചാടിക്കറിയൊന്നുമില്ല. ആദ്യം ഞാൻ അഭിനയം തന്നെ ശരിക്കും പഠിച്ചോട്ടെ. അപ്പോൾ സാർ ഒരുപാട് സന്തോഷം, ഇത്രയും ഇരുന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയില്ല. എനിക്കിപ്പോൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ എനിക്കൊരു നടൻ്റെ ഛായ സാറിന് തോന്നുന്നുണ്ട്. ആരെ, തലൈവാസൽ വിജയാണോ? ആ പേര് എനിക്കറിയില്ല. ലൂസിഫർ മൂവിയിലെ അല്ല, അത് വേറെ. അത് അദ്ദേഹം ഒരു ഹിന്ദി നടനാണ്. അത് എൻ്റെ അടുത്ത് അതിൻ്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര രസമായിട്ട് പറയാം. ആ ലൂസിഫറിനെ കഴിഞ്ഞിട്ട് തന്നെ കുറേ പേര് ഇപ്പോഴും വഴി വെച്ച് കാണുമ്പോഴേക്കും ലൂസിഫറിലെ വേഷം എന്ന് പറയും. അപ്പം ഞാൻ അയാളുടെ അടുത്ത് ക്ലാരിഫൈ ചെയ്യുന്നതിന് എൻ്റെ അരമണിക്കൂർ പോകും. അത് ഞാൻ പറയും, ആ ശരി ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു. അവിടെ പിന്നെ ഞാൻ കള്ളത്തരമാണ് കാണിക്കുന്നത്, പക്ഷേ ആ കള്ളത്തരം ചെയ്തേ പറ്റൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇയാൾ വിടൂല. അപ്പം അങ്ങനെ പലപ്പോഴും പലയിടത്തും ഈ തലൈവാസൽ വിജയൻ്റെ കേസ് എല്ലാവരും അടുത്ത് പറഞ്ഞു, നിങ്ങൾ ആ മറ്റേ പരസ്യം ഉണ്ടായിരുന്നല്ലോ
നിങ്ങളുടെ ഏഷ്യൻ പെയിന്റിന്റെ പരസ്യം സൂപ്പറായിരുന്നു. അപ്പൊ സമയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, എൻ്റെ പൊന്നു സഹോദരൻ, ഞാൻ വേറെ ദിവസം കൂടെ പറയാം. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു സിനിമ അഭിനയിച്ചു. ആണോ? പിന്നെ ഞങ്ങൾ ഒന്നല്ല 2-3 സിനിമ ഒരുമിച്ച് അഭിനയിച്ചു. ഏത് സിനിമയായിരുന്നു? ഒന്ന് ഞങ്ങൾ ആദ്യം ഒരുമിച്ച് വന്നത് ഇദ്ദേഹത്തിനെ നേരിട്ട് കാണുന്നത് ബാംഗിൾസ് എന്ന് പറഞ്ഞൊരു പടത്തിലാണ്. അപ്പൊ ബാംഗിൾസിന് ഞങ്ങൾ 2 വില്ലന്മാരാണ്. ഈ മറ്റേ നേരത്തെ എൻ്റെ വേഷം പറഞ്ഞല്ലോ ജനകനിലെ, അതിനെക്കാട്ടിലും വൃത്തിയായിട്ട വേഷമാണ് അത് ഗംഭീരയോടെ എനിക്ക് അഭിനയിക്കാൻ പറ്റി. എൻ്റെ കോമ്പറ്റീറ്റർ എന്ന നിലയിൽ അദ്ദേഹം സൂപ്പറായിട്ട് അഭിനയിച്ചു. പക്ഷേ ആ സിനിമ ഓടിയില്ല. ഓടിയിരുന്നെങ്കിൽ ഈ പറഞ്ഞല്ലോ ചിലപ്പോൾ ഞാൻ നല്ല വില്ലനായിട്ടങ്ങ് ചിലപ്പോൾ ഷൈൻ ചെയ്ത് പോയേനെ. അത് ആ ഒരു കാര്യമുണ്ട്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇതിനകത്ത് ഈ അടുത്ത് ഇറങ്ങിയ പുഴ മുതൽ പുഴ വരെ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ വേറെ ഏതോ ഒരു സിനിമ കൂടെ ഉണ്ട്. ഞങ്ങൾ 3 സിനിമയിൽ ഒരുമിച്ചായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഞാൻ തന്നെ മുഖത്ത് നോക്കുമ്പോൾ ഞാൻ പറയും പക്ഷേ ചായ ഉണ്ട്, അതേ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. അപ്പോൾ അത് ആൾക്കാർക്ക് അത് തെറ്റിദ്ധാരണ വരാറുണ്ട്, അദ്ദേഹമാണെന്ന് പറയും. പിന്നെ ചിലർ പറയും അത് അദ്ദേഹത്തിനെക്കാട്ടിലും കുറച്ചൊരു ഹൈറ്റ് ഉണ്ട് നിങ്ങൾക്ക്. പിന്നെ ചിലർ സൂചിപ്പിക്കാൻ പറയും അദ്ദേഹത്തെക്കാൾ സുന്ദരനാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയായാലും ശരി പ്ലസ് അല്ലേ കിട്ടുന്നത്. പക്ഷേ അദ്ദേഹം ഒരു മഹാനടനാണ്. അപ്പൊ അത് എത്ര അങ്ങനെ അഭിനയിക്കാൻ തുടങ്ങിയത് വർഷം എത്രയെന്ന് അറിയാം. 10-40 വർഷമായി ആ മനുഷ്യനെ അഭിനയിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് വാലയെ പിടിക്കാൻ എന്നെ കൊള്ളൂല. പക്ഷേ നമുക്ക് എൻ്റെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഞാൻ കീപ്പ് ചെയ്യുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തലത്തിൽ സൂപ്പർ സ്റ്റാർ. ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ പോലെ സിനിമകൾ സംഭവിക്കട്ടെ, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്താൽ മതി, നഷ്ടം ഞങ്ങൾ നോക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞ ആള് വരട്ടെ. സിനിമയിലും സീരിയലൊക്കെ ആയിട്ട് ഒരുപാട് നല്ല വേഷങ്ങള്. താങ്ക് യു. അതായത് വൃത്തികെട്ട വേഷങ്ങളല്ല, നല്ല വേഷങ്ങള്. അല്ല, രണ്ടും ചെയ്യണം. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ എക്സ്ട്രാ ഒരെണ്ണം സംസാരിക്കാൻ കിട്ടിയത് എന്തുകൊണ്ടാണ് ചെയ്തുകൊണ്ട്. അപ്പൊ അതേപോലെ നല്ല സാധനങ്ങൾ ചെയ്യാൻ കിട്ടും, നല്ല റോളുകൾ കിട്ടട്ടെ, അടിപൊളിയാവട്ടെ കരിയർ. താങ്ക് യു. ഈവൻസും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റട്ടെ. അതെ, അതാണ് ഏറ്റവും സുഖം. കാരണം ഈവൻസ് കൊണ്ട് നമുക്ക് ലോകം മുഴുവൻ കറങ്ങാം, പുതിയ ആൾക്കാരെ പരിചയപ്പെടാം, പുതിയ രാജ്യങ്ങളിൽ പോകാം. അതൊക്കെ ഒരു വലിയ സന്തോഷം തന്നെയാണ്. ഇനിയും ഈ പറഞ്ഞ പോലെ ഈവൻസുകളൊക്കെ കീഴടക്കുമ്പോൾ ഇതുപോലെ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കും ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ വളരെ സന്തോഷം. ഇനിയും തീർച്ചയായിട്ടും വീണ്ടും എന്നെ ഇന്റർവ്യൂവിന് വിളിക്കണം. നമ്മൾ ടച്ച് ചെയ്യാത്ത കുറേ മേഖലകൾ ഇനിയും കിടക്കും, ചെയ്യാം. ഓക്കെ, താങ്ക് യു.